എൻ്റെ കേക്കെടുത്ത് തിന്നാൻ സാധ്യതയുള്ളവനെ ഞാനങ്ങ് പുറത്താക്കി. ദേശാഭിമാനി ജീവനക്കാരനും CPM പറവൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഒരു വ്യക്തിയുടെ മകളുമായി വി ഡി സതീശന് അഭേദ്യമായ എന്ത് ബന്ധമാണ് ഉള്ളത്? ഇവർ തൻ്റെ MLA ഹോസ്റ്റലിലെ ഫ്ളാറ്റിൽ താമസിക്കുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തുന്നു. ഇവരുടെ സ്വകാര്യ ചടങ്ങുകളിൽ പോലും മുഖ്യാതിഥിയായി വി ഡി സതീശൻ പങ്കെടുക്കുകയും ചെയ്ത ചിത്രങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്രയും അടുത്ത ബന്ധമുള്ള ഒരു പെൺകുട്ടി ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സതീശൻ്റെ ചങ്ക് കലങ്ങുവാൻ കാരണം എന്താണ്? മേലുകഴുതി നോക്കാതെ, ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുലിനെ രാജിവെപ്പിക്കുവാൻ കാരണം എന്താണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യിക്കുവാൻ തക്ക ഗ്രാവിറ്റിയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവർ അത് പോലീസിന് നൽകി FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഒരിക്കലും പുറത്തിറങ്ങുവാൻ കഴിയാത്തവണ്ണം പൂട്ടുമായിരുന്നു. പിണറായി പോലീസ് എന്തായിരിക്കും ഒരു തരിമ്പെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നുവെങ്കിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്രകാരം തെളിവുണ്ടായിരുന്നു എങ്കിൽ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് ആയിരുന്നു ഇവർ ആഘോഷിക്കുന്നത്. എന്നാൽ രാഹുൽ വിഷയത്തിൽ മാസങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പറ്റിയ തെളിവുകളൊന്നും ഇല്ലാത്തതിനാലാണ് ആരോപണം ഉന്നയിച്ചവർ ആരും തന്നെ പോലീസിൽ ഇതുവരെ പരാതി നൽകാതിരുന്നത്. ഇപ്പോൾ കണ്ടോ, വെറും ആരോപണങ്ങളുടെ പേരിൽ രാഹുലിനെ വ്യക്തിഹത്യ ചെയ്തു, പദവി തെറിപ്പിച്ചു. തങ്ങൾക്ക് ഇനിയും ഒരിക്കലും രാഹുൽ ഒരു ഭീഷണിയായി വരരുത് എന്ന് കരുതി രാഹുലിനൊപ്പം നടന്ന സുഹൃത്തുക്കളായി ഭാവിച്ചവർ തന്നെയാണ് അദ്ദേഹത്തിന് കുഴിവെട്ടിയത്. അവർ അത് ഇടത് മുഖ്യൻ്റെ ബിനാമി ചാനലായ മരംകൊത്തി ചാനലിന് കൊടുത്തു. അവർ അത് വെച്ച് എക്സ്ക്ലൂസീവായി ആഘോഷവും ആരംഭിച്ചു. മറ്റുള്ളവർ അത് ഏറ്റും പിടിച്ചു. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു മാപ്ര ടെററിസത്തിന് ആരും ഇരകളായിട്ടില്ല. ഈ ആക്രമണത്തിൽ രാഹുൽ ജീവനൊടുക്കാതിരുന്നത് ഒരുപക്ഷെ ആ അമ്മയുടെ സുഹൃതം കൊണ്ടായിരിക്കാം. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയ പകപോക്കലിന് ഇരയാക്കിയ രാഹുലിനൊപ്പം മനുഷ്യസ്നേഹികളായ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇവിടെ പാർട്ടിയോ മതമോ ജാതിയോ നോക്കരുത്. തെറ്റുകാരനാണെങ്കിൽ നമുക്ക് രാഹുലിനെ വിമർശിക്കുവാൻ ഇനിയും അവസരമുണ്ട്. ഈ സതീശൻ വെറും ഒരു പൊട്ടനാണെന്ന് പറയുവാൻ കാരണം, ഏതാണ്ട് നല്ല നിലയിൽ പാർട്ടി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തങ്ങളുടെ ഏറ്റവും മിടുക്കനായ ഒരു യുവ നേതാവിനെതിരെ ശത്രുക്കൾ ഒരു നാറിയ ആരോപണം ഉന്നയിച്ചപ്പോൾ തിടുക്കപ്പെട്ട് രാഹുലിന്റെ രാജി വാങ്ങിയത് മൂലമുണ്ടായ ആ ഡാമേജുകൾ കാണുക. ശത്രുക്കളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലും അവരെ പേടിച്ചും രാജിവെപ്പിച്ചു എന്ന ഒരു പ്രതീതി ഉണ്ടായി. താൻ ശക്തനായ ഒരു നേതാവാണ് എന്ന് വരുത്തി തീർക്കുവാൻ മണ്ടനായ സതീശൻ രാഹുലിന്റെ രാജി തിടുക്കപ്പെട്ട് ആവശ്യപ്പെട്ടതോടുകൂടി വിശ്വസിക്കുവാൻ കൊള്ളാത്തവനാണ് സതീശൻ എന്ന് അണികൾ മനസ്സിലാക്കി. ഒടുവിലിപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന കേക്ക് തിന്നാൻ നോക്കിയ കലിപ്പിനാണ് ഈ പറവൂർ മാമൻ ഹീറോ കളിച്ചത് എന്നുകൂടി മനസ്സിലാക്കിയപ്പോൾ പറവൂരിൽ കെട്ടിവെച്ച കാശ് പോലും സതീശന് കിട്ടാത്ത അവസ്ഥയുമായി. പാർട്ടിയിൽ ഉണ്ടായ പ്രതിസന്ധികൾ നോക്കുക. ഗ്രൂപ്പ് കളി ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്കായി ഗ്രൂപ്പ് തിരിഞ്ഞ് അടി തുടങ്ങി. പാർട്ടിയിൽ ലഹള തുടങ്ങിയ വാർത്തകൾ ഇവരുടെ മാധ്യമ സിൻഡിക്കേറ്റ് ചാനലുകൾ പടച്ചുവിട്ടു തുടങ്ങി. ചെറിയൊരു ആരോപണം ഉന്നയിച്ചപ്പോഴേ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതോടെ ഇനി ആരോപണങ്ങളുടെ പെരുമഴ വരുമ്പോൾ എന്ത് ചെയ്യും? ഇനി സ്ത്രീ ശാക്തീകരണത്തിന്റെ അപ്പോസ്തോല പദവി സ്വയം ഏറ്റെടുത്ത വി ഡി സതീശന്റെ നടപടികൾക്കെതിരെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ കൊട്ടാരക്കര എന്നാ, ഉണ്ണികൃഷ്ണപിള്ള എന്നാ പേര്. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന മഹാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാഹുലിനെക്കാട്ടിയും സൗന്ദര്യവാനാന്ന് പറഞ്ഞ് ആസ്വദിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. കാര്യം, അതായത് ഇയാള് ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല പോലും ഒതുക്കിയിട്ട് മുകളിൽ നിൽക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇയാൾക്കുള്ള ബാക്കിയുള്ള സാമൂഹിക കാര്യങ്ങളും ബാക്കിയുള്ള സമൂഹത്തിലുള്ള അപമര്യാദയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവരുടെ ആൾക്കാർ തന്നെ നന്നായിട്ട് അത് വീക്ഷിക്കാന്നുണ്ടെങ്കിൽ ഇയാളെ മുൻനിർത്തിയിട്ട് നമ്മുടെ കേരളം ഭരിച്ചെടുക്കാമെന്നുള്ള ധാരണയിലൊക്കെ പോയാലും, അഥവാ ഈ വി ഡി സതീശനൊക്കെ ഒരു മേൽഘടകത്തിൽ എത്തി ഇവരുടെ പാർട്ടിയിൽ ഏറ്റവും വലിയ ആളായിട്ട് വന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയി മുഖ്യമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാലേ എന്റെ ഒരു അഭിപ്രായം പറയുവാണ്, ഇയാളെ എവരെ എല്ലാം കടത്തി വെട്ടിയിട്ട് സാധാരണപ്പെട്ടവന്റെ അടുപ്പ് കല്ല് വരെ പൊഴുതുകൊണ്ട് പോകും. ഇയാൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി ഇയാൾ കാത്തിരിക്കുക. അതിനൊരു കാര്യമുണ്ട് സാറേ, ഇദ്ദേഹത്തിന് യാതൊരു വിധമായ കഴിവുമില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇയാളെ പൊതുജനം എന്ന രീതിയിൽ ഒരു വ്യക്തിക്കും ഇയാളെ കണ്ടുകൂടാ. ഇയാള് തന്നെ സ്വയം സൃഷ്ടിച്ച് ഇയാള് എനിക്ക് തോന്നുന്നു ഈ 24 മണിക്കൂറുള്ളതിൽ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ ബ്യൂട്ടി പാർലറിലാന്ന് തോന്നുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കോൺഗ്രസിനെ നമുക്ക് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും അവരിൽപ്പെട്ട പല നേതാക്കന്മാരും ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്.
കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് കോൺഗ്രസിന് ജീവൻ കൊടുത്തവര് ഇനിയും വിചാരിച്ചാൽ അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും കോൺഗ്രസ് ഒക്കെ ഉണ്ടാവാതിരിക്കില്ല, ഉണ്ടാവും. പക്ഷേ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ ഉന്നതിയിൽ എത്തണം. ആര് വരുന്നു അതിനകത്തൊന്നുമില്ല. ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ പാണക്കാട് കുടുംബത്തെ മാത്രം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പാണക്കാട് കുടുംബം മോശമാണെന്നല്ല പറയുന്ന, അവര് നല്ല വ്യക്തികളാണ്. പക്ഷേ ഇയാൾക്കുള്ള ഉന്നം എന്ന് പറയുന്നത് ഇയാള് ഈ മുസ്ലിം സമൂഹത്തെ സ്നേഹിക്കുന്ന വ്യക്തി ഇയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണയാണ്. വെറുതെ അയാള് ചുമ്മാതാ. അതാണ് ഇയാൾ ഈ പാണക്കാട് ഒക്കെ കയറി ഇറങ്ങി എല്ലാരെയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. പാണക്കാട് എന്ന് വെച്ചൊക്കെ അവരൊക്കെ എന്ന് പറയുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്നൊരു നല്ലൊരു കുടുംബത്തുള്ള ഒരു ഭാഗമായിട്ടുള്ളതാണ് അവരുടെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. അപ്പൊ അങ്ങനെ പലരും കാണും. ഇപ്പൊ പണ്ടത്തെ കാലം അല്ലല്ലോ, അപ്പൊ പല രീതിയിലുണ്ടാവും. പക്ഷെ ഇയാൾ വിചാരിക്കുന്നത് ഇയാൾ അവിടെ ചെന്ന് കിടന്നങ്ങ് എല്ലാരെയും ഒക്കെ എടുത്ത് ഞാനാണ് ഇവരുടെ എല്ലാം. ഇയാളെ പോലെ ഒരു വർഗീയവാദി ഈ ഇന്ത്യ മഹാരാജ്യത്തില്ല. സത്യ ഉള്ള കാര്യം പറയാം. ഇയാള് മഹാവർഗീയവാദിയായ ഒരു മനുഷ്യനാണ്. ആ കേക്ക് കട്ട് ചെയ്യുന്ന കണ്ടോ? അന്നേരം ആ കേക്ക് മുഴുവൻ ഇവൻ തിന്നുമെന്ന് പേടിച്ചല്ലേ? ഒരു നേരം അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവത്തില്ലേ? അഥവാ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ബന്ധം ഈ പുള്ളിക്കാരനുമായിട്ടുണ്ടെന്നുള്ളത് ആ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഇതും അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ ആർക്കാണത് മനസ്സിലാക്കാൻ പറ്റാത്തത്? അയാൾ പറയുന്ന അയാളുടെ മകളുടെ സ്ഥാനത്ത് നിന്നും കൊണ്ട് ഇയാൾ ഏതാണ്ടൊക്കെ ചെയ്തെന്ന്. ഇയാളുടെ ന്യൂസുകളൊക്കെ ഇങ്ങനെയാ വരുന്നത്. ഒരു മകളോട് കാണിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണോ അയാൾ ആ കേക്ക് കണ്ടിക്കുന്നതിൽ കാണിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നേരം അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും നല്ല ബുദ്ധിയുള്ള ആൺകുട്ടികൾ അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നല്ലൊരു അന്വേഷണം നടത്തിയിട്ട് ചെയ്യാം. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുന്നേ. ഈ അദ്ദേഹം എന്ന് പറയുന്ന ഇവിടുത്തെ രാജാവാന്ന് പറഞ്ഞ് നടക്കൂല്ലേ? അപ്പൊ ഇയാളാണ് ഇവിടുത്തെ രാജാവ്, ഇയാൾ തന്നെ ഇവിടുത്തെ പിന്നെ രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിൽ ആരും പുറത്തു വിടാത്തതായിരിക്കും. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഇദ്ദേഹം അടുത്ത കാലത്തും കണ്ടൊക്കെ കുറച്ച് നാളല്ലേ ആയുള്ളൂ നമ്മുടെ ഈ പൊതുരംഗത്തും ഒക്കെ വന്നു തുടങ്ങിയിട്ട് നമുക്കിനൊക്കെ അറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് സത്യമായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് അന്തം വിട്ടു. ഇങ്ങനെ ഒരു മനുഷ്യൻ എവിടെയായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ച്. സത്യം നമ്മൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടാ പറയുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ഇതിനുമ്പ് എവിടെ പോയി കിടന്നു എന്ന് പറയാൻ ചിന്തിച്ചു. ഇത്രയും നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ. പക്ഷെ ഈ ഒരു വർഷത്തിനകത്ത് വെച്ചിട്ട് അദ്ദേഹത്തിനുള്ള അതായിരിക്കാം പുള്ളിയോട് ഇത്രയും വൈരാഗ്യം ഉണ്ടാവാൻ കാരണം. അത് സൂക്ഷിക്കണം സാറേ. നമ്മളെന്ന് പറയുന്നത് ഞാനൊരു അത്യാവശ്യം ഒരു ചെറിയ കച്ചവടം ചെയ്യുന്ന ഒരാള്, സാറൊരു പിന്നെ മീഡിയക്കാരൻ, നമുക്കൊന്നും അതൊരു വിഷയമല്ല. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഞാൻ വന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് സംസാരിക്കാനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തി എവരുടെ കൂട്ടത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെനക്കെടാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. അതായത് പാർട്ടിയുടെ അല്ല, നമ്മൾ ഈ പറഞ്ഞ അപക്വങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മളത് പച്ചയ്ക്ക് നമുക്ക് പറയുമ്പോഴത്തേന് നമ്മുടെ വാക്ക് ചിലപ്പോൾ മാറിപ്പോകും. അപ്പൊ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോഴത്തേന് ഇയാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. ഇയാൾക്ക് ഒരാളെയും കുറ്റം പറയാനുള്ള യോഗ്യത ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും തോന്നിയിട്ടില്ല, തോന്നത്തുമില്ല. അത് അദ്ദേഹം ഈ ആൾക്കാരുമായിട്ട് പൊതുജനവുമായിട്ട് ബന്ധപ്പെടാത്തോണ്ടാ. ഇദ്ദേഹം ബന്ധപ്പെടുന്ന ഇവരുടെ കൂടെ നടക്കുന്ന കുറെ പാർട്ടി പ്രവർത്തകരുമായിട്ട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യനാണ്, പൊതുജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യനാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത്. ഈ രാഹുൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അയാൾക്ക് എന്തെന്നൊക്കെ പറഞ്ഞാലും പൊതുജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പൊതുജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു മനസ്സുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടില്ല എന്നും കേട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടാ ഇത് ചെയ്യണം സാറേ. നന്നായിട്ട് ഇയാൾക്കെതിരെ വീഡിയോ ചെയ്യണം. ഇയാളെ മാറ്റണം. ഇയാളെ മാറ്റാനെ കൊണ്ട് പൊതുജനങ്ങൾക്ക് അറിവ് കൊടുക്കണം. ഞാൻ ജോജാണ്. രാഹുലിന്റെ വിഷയത്തിനെ കുറിച്ച് ഒന്ന് പറയാൻ വെച്ചിട്ടാണ്. ഈ കോൺഗ്രസ്സുകാര് ഒന്ന് ഉഷാറായിട്ട് വന്നതാ. ഈ ഉഷാറായിട്ട് ഇവര് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ചെറിയൊരു അനക്കം വെച്ച്, അല്ലെങ്കിൽ അതായത് അവരനക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അത്രയും ജനം മടുത്തു. ജനം അത്രയും മടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോ ഈ ഒരു അടുത്തൊരു ഇലക്ഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷനാണ് സത്യത്തില്. രാഹുല് ഇതുപോലെ ഫോൺ വിളിച്ചിട്ടുണ്ടോന്നുള്ളത് അതൊക്കെ വേറെ വിഷയം. പക്ഷെ ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നേതാക്കന്മാര് അത് നല്ല രീതിയിൽ നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം ഈ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികൾക്ക് ഇത് ഈ വക എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് അവര് നാണമില്ലാതെ അവർ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്.
അപ്പോ രാഹുലിനെ പോലെയുള്ള ഒരു പ്രവർത്തകൻ കോൺഗ്രസിൽ ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് കോൺഗ്രസിന്. തന്നെയല്ല, അത് പാർട്ടിയുടെ ഇമേജിനും കോട്ടങ്ങൾ വരും. കാരണം ഇവർക്ക് അധികാരം കിട്ടിയ ഇതുപോലെ ആരെ പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവര് ഈ കുതികാലി വെട്ടുന്നതും അല്ലെങ്കിൽ ആളുകളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ. ഇപ്പോ ഉമ്മൻചാണ്ടി എന്തായിരുന്നു, അവസാനം മരിച്ചു കഴിഞ്ഞപ്പോ ആളെ വിശുദ്ധനാക്കി. ആ മനുഷ്യൻ മാക്സിമം അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് പോയി. ജീവിച്ചിരുന്നപ്പോൾ കൊല്ലാക്കൊല ചെയ്തു, അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ മുതലെടുപ്പ് നടത്താനും മുതലെടുപ്പ് അവർ നടത്തി. ഇപ്പൊ അതുപോലെ ഈ നടപടിയിൽ, അതായത് ഈ രാഹുലിനെതിരെ തിടുക്കപ്പെട്ട് ഒരു ആരോപണം വന്നപ്പോ തന്നെ ഈ വി ഡി സതീശൻ എടുത്ത നടപടിയെ ന്യായീകരിക്കുന്നു. തെറ്റാണോ ശരിയാണോ? അത് ഒരിക്കലും അല്ല. കാരണം വെച്ചാല് അദ്ദേഹം ഒരു ലീഡറാണെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയണമായിരുന്നു. കാരണം ഈ നാട്ടിൽ നിയമമുണ്ടല്ലോ. നമ്മള് നമുക്ക് ആർക്കെതിരെ വേണമെങ്കിൽ നമുക്ക് കുറ്റം ആരോപിക്കാം. നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് കള്ളപ്പരാതിയും കൊടുക്കാം. പക്ഷെ ഒരു പരാതി പോലും ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ പോലീസ് കേസോ അല്ലെങ്കിൽ കോടതി കേസോ ഇല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു നേതൃത്വം അത് എടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെ സപ്പോർട്ട് ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ശരി, തിരുത്തണം. അതേസമയം എതിരാളികൾ പറയുന്ന ഈ സ്ത്രീകളൊക്കെ 3 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ വിളിച്ചു പറയുന്നതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് സ്പോട്ടിൽ അവര് അത് പ്രതികരിക്കുക അല്ലെങ്കിൽ ഇത് തന്നെയല്ല, ഇത് മീഡിയയിൽ വന്ന് പറയുന്നതല്ല അവര് ചെയ്യേണ്ടത്. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് അവര് പോലീസ് കേസ് കൊടുക്കുക വേണ്ടേ. അതല്ലാതെ ഇവര് മീഡിയയിൽ വന്ന് പറയുന്നതിന്റെ പിന്നിൽ ആരും ഉണ്ട്. ഈ നടപടിയോട് കോൺഗ്രസ് നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് വി ഡി സതീശനോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? എനിക്ക് വി ഡി സതീശനെ കുറിച്ച് ഇപ്പൊ മതിപ്പ് കുറഞ്ഞു വരികയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പിണറായിയുടെ അനിയനാണോന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച കാണുമ്പോൾ ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ള പോലെ നമുക്ക് തോന്നിപ്പോണു. അപ്പോ എനിക്ക് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ ആ പാർട്ടിനെ ഇല്ലാണ്ടാക്കി കളയും നിലയ്ക്ക്. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണേ. നമ്മുടെ ഈ നാട് മുടിഞ്ഞു പോവും. ഇപ്പൊ തന്നെ എല്ലാ മനുഷ്യർക്കും, സാധാരണക്കാർക്കും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തില് ഈ അത്യാവശ്യം സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അനക്കം വെച്ച് വന്നതായിരുന്നു. ഇപ്പൊ ഈ ശ്രീ വിഷയം അതിന് മുന്നിൽ നിന്ന് നയിച്ച ആളായിരുന്നില്ല ഈ രാഹുല്. ഇവന്മാര് കതറുടയാതെ ഇവന്മാര് AC-ക്കകത്ത് TV-ക്കകത്തൂടെ കണ്ടോണ്ടിരുന്നപ്പോൾ ഇറങ്ങി അടികൊണ്ട് ജയിലിൽ പോയ ആളെയല്ലേ ഇവൻ ഈ വലിച്ചെറിഞ്ഞു കൊടുത്തത് കൊല്ലാൻ? അതെ 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 അതെ. അന്ന് ഉമ്മൻചാണ്ടിനെ വലിച്ചെറിഞ്ഞ പോലെ തന്നെ ഉണ്ടായി. ഇത് ഒരു ഇടതുപക്ഷത്തിന്റെ ആളുകളാണെങ്കിൽ ഇത് രാജിവെക്കാൻ അവര് രാജിവെക്കൂ. അവര് രാജിവെക്കില്ല, രാജിവെപ്പിക്കാൻ നിനക്ക് അടിയും കിട്ടും. ഇപ്പൊ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അവര് ഇത് വരികയാണെങ്കിൽ ഓക്കെ. ഇത് എന്തോ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. കാരണം ഒരാൾ വന്നതിന്റെ പിന്നാലെ വരുന്നത്. തെറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യക്ഷമായിട്ട് ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം ഉണ്ടാവണ്ടേ? അതില്ലാതെ നമ്മള് കുറെ കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലം 4 കൊല്ലം മുൻപ് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പറയണത് ഇദ്ദേഹം ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടും ഈ MLA ഈ 1 കൊല്ലത്തിനുള്ളിലാണ് അല്ലെങ്കിൽ 1.5 കൊല്ലത്തിനുള്ളിൽ. ഇത് അതിക്ക് മുൻപ് നടന്നൊരു സംഭവമാണെന്ന് പറയുന്നു. നമുക്കറിയില്ല സത്യം എന്താണെന്ന്. പക്ഷെ ഇപ്പൊ അത് എടുത്ത് കൊണ്ടുവരുന്നതിന്റെ പിന്നില് രാഷ്ട്രീയ അജണ്ടയാണ്, യാതൊരു സംശയമില്ല. അതിന് ഈ വിവരം കേട്ട നേതൃത്വത്തിന് ബോധമില്ലാത്ത സുധാകരൻ എത്ര മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ സണ്ണി മറ്റേ KPC പ്രസിഡന്റും അത് വളരെ കൃത്യതയോടെ ആള് മറുപടി പറഞ്ഞു. പലപ്പോഴും ഈ VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും വളരെയധികം ഫെയിലായി വന്നു. ഈ എന്താ പറയാ ഒരു അനിയംഭാവം കളിക്കേണ്ട ആള് അങ്ങനെയാ തോന്നണേ. അപ്പൊ എന്തായാലും ഒരു ചാകേറായി. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ രാഹുല് ഫൈറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എനിക്ക് തോന്നുന്നു നിയമത്തിൽ ഈ പറഞ്ഞ കണക്ക് പ്രകാരം അദ്ദേഹം നിയമമായിട്ട് മുന്നോട്ട് പോയാൽ ഇത് ഇദ്ദേഹത്തിന് രക്ഷ കിട്ടുന്നതാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര അഴിമതികളും എത്ര കളവുകളും കൊലയാളികൾ പോലും ഇവിടെ നമ്മളെ രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഇത് എത്ര വലിയ കാര്യമാണോ? ഇത് റേപ്പൊന്നും നടത്തിയിട്ടില്ല. അപ്പോ ഇത് തെറ്റാണ്. അത് ധാർമ്മികതയുടെ ഭാഗമാണ്. അത് തെറ്റ് അത് നമ്മൾ അതിനെ അംഗീകരിക്കില്ല. പക്ഷെ നമ്മുടെ ഇവിടെ എത്ര തെമ്മാതരം തെണ്ടിത്തരം കൊണ്ടതരം ഒക്കെ ചെയ്തിട്ട് അധികാരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു നാട്ടിലാണ് ഈ പറഞ്ഞ മാതിരി ഒരു സംഭവത്തിന് രാജിവെക്കണമെന്ന് പറയാൻ എന്ത് ധാർമ്മികതയുള്ളത്? ഒരു ധാർമ്മികതയില്ല.
അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈറ്റ് ചെയ്യേണ്ടതാണ് രാഹുല്. പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ നട്ടലില്ല. അവര് ഈ നിലയ്ക്ക് പോയി അവർക്ക് ഈ പ്രാവശ്യം ഒരു തല്ലുകൂടി ഈ ഭരണം കളയും. അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ വി.ഡി. സതീശൻ ഈ പ്രതിപക്ഷത്ത് നേതാവായിട്ട് എനിക്ക് ഡയലോഗ് മാത്രമല്ല, ഒരു സമരം പോലും അല്ലെങ്കിൽ ഒരു വിഷയം പോലും അദ്ദേഹത്തിന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. സിനിമ ഡയലോഗ് പറഞ്ഞിട്ടെന്താ കാര്യം? പിണറായിയുടെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞ അതിനെ പി.ടി. തോമസിനെ പോലെയൊക്കെ ഫൈറ്റ് ചെയ്ത് ജയം തോൽവിയിലല്ല. അതോ അങ്ങനെ ആ ഒരു എന്താ പറയാ ഒരു ഇതിന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അത് കാണുന്നില്ല. അദ്ദേഹം പലപ്പോഴും ഡയലോഗ് പറഞ്ഞ് അതിന് റിസൾട്ട് എടുക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ റിസൾട്ട് ഉണ്ടാക്കിയ ഇതുപോലുള്ള ആമ്പിള്ളാരാ പാലക്കാട്. എങ്ങനെ ഒരു പോസിറ്റീവ് ഒരു മോഡ് ഉണ്ടായത്? ആ പാലക്കാട്ടെ അത്രയും തീവ്രമായ ഒരു ഇലക്ഷനില് വിജയശ്രീ ലാളിതനായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായതും. ആ പോസിറ്റിവിറ്റിയുടെ ചൂട് പിടിച്ചാണ് ഇവൻ ഇന്ന് നെഞ്ചും പിരിച്ച് പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് എന്റെ വിജയമാണെന്ന് പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് പഠിച്ച് നടന്നത്. ആ വിജയം ഉണ്ടാക്കുക കൊലക്കിട്ട് കൊടുത്തു. അതെ അതെ അതെ. ഇത് ഉമ്മൻചാണ്ടിനും തന്നെ ഉണ്ടായത്. പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിച്ചില്ല. ശരിക്കും പറഞ്ഞ അദ്ദേഹവും ഈ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് കീഴിലുള്ള കമ്മീഷന് മുന്നിൽ ചെന്നിരുന്നു. ഇതൊരു പിണറായി വിജയനായിരുന്നെങ്കിൽ ഇത് നടക്കുമോ? ഈ ഒരു സംഭവം ഇതുപോലുള്ള കേസ് ആണെങ്കിൽ ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നെങ്കിൽ എന്തുണ്ടാവുക? പണിക്കൂട്ട് കഴിയും ആ പരാതിപ്പെട്ടവരുടെ കാര്യങ്ങള്. അപ്പോ ഇതിപ്പോ രാഹുലും ഇപ്പോ സംഭവിച്ചത് ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം എനിക്ക് പറയണ നമ്മളിപ്പോ ഒരു ആരോപിക്കാം, കുറ്റം നമുക്ക് ആർക്കും വേണമെങ്കിലും ആരോപിക്കാം, ആരുടെ പേരിലും നമുക്ക് കുറ്റം ആരോപിക്കാം. അത് ഈ നാട്ടിലെ നിയമത്തിന്റെ മുന്നിൽ അത് തെളിയിക്കുമ്പോഴാണ് അത് കുറ്റമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കുറ്റവിമുക്തനാവണത്. അതിനുശേഷം ആവേണ്ടതായിരുന്നു. ഇവിടെ വിചാരണയും കഴിഞ്ഞു, ശിക്ഷയും കഴിഞ്ഞു. അതാണ്. അതെ അതെ. അത് മറ്റേ വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ പരാജയമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവായാലും അദ്ദേഹത്തിന് ഈ ഡയലോഗ് മനനാണ് ആള് മറ്റേ ഈ പറയില്ലേ സുരേഷ് ഗോപിയെ പോലെ ഡയലോഗ് അടിക്കാനുള്ള കഴിവുള്ളോ എനിക്ക് തോന്നുന്നു. അങ്ങനെയാ അദ്ദേഹത്തിന്. എത്രയോ ഭേദമായിരുന്നു സുധാകരൻ, കണ്ണൂർ സുധാകരൻ CC പ്രസിഡന്റ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും നേർക്ക് നേരെ ഫൈറ്റ് ചെയ്ത ഒരാള്. നയത്തിലൊന്നും കാര്യമില്ല. എതിർക്കേണ്ട വിഷയങ്ങൾ ശക്തമായിട്ട് എതിർക്കാനുള്ള അവരുടെ പിന്നിൽ വലിയൊരു സമൂഹമില്ലേ. അപ്പോ ആ സമൂഹത്തിനെ കയ്യിലെടുക്കാൻ ആർജവം അവർക്ക് ഉണ്ടാവണം. അതല്ലേ ലീഡർഷിപ്പ്. ആ ഇതില് കോൺഗ്രസിന് ഈ അടുത്ത കാലത്ത് ഒരു ഉണർവുണ്ടാക്കിയത് സുധാകരനാണ്. ആ സുധാകരനെ മാറ്റിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ APC പ്രസിഡന്റ് ആക്കി മാറ്റിയത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും. നേർക്ക് നേരെ പോരാടാൻ ഒരു നേതാവിന് വേണ്ട ഏറ്റവും എല്ലാ ക്വാളിറ്റിയും ധൈര്യം ഒരു ലീഡർഷിപ്പിന്റെ പവറാണ്. അത് സുധാകരൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ ഇപ്പോഴത്തെ പ്രസിഡന്റിനൊന്നും അതിനുള്ള ആ കഴിവ് തോന്നിക്കുന്നില്ല. അപ്പൊ രാഹുല് നിശബ്ദനായാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതെയാവും. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുക. സജി കൊല്ലം. ആ മാങ്കുട്ടനെ കുറിച്ച് ഈ ഇപ്പൊ വരുന്ന ന്യൂസുകള് ഒരു ഫേക്കാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഈ വി.ഡി. സതീശന്റെ ഇപ്പൊ അടിച്ച് താഴെട്ടേക്കാണ്. ഇപ്പൊ ഈ സതീശൻ സ്ത്രീയായിട്ട് ഇത് കേക്ക് മുറിക്കുകയും അവര് വലിയൊരു മാങ്ങാരത്ത് രംഗത്തിട്ടുണ്ട്. അവർ ഇതാണ് ഏറ്റവും വലിയ രുചിയുള്ളത്. ഇവളെ കൂട്ടുപിടിച്ചോണ്ട് സത്യം പറ ഈ ഷാഫി പറമ്പിലിനെയും ഈ മാങ്കൂട്ടത്തിനെയും അടിച്ച് താക്കാനുള്ള ഒറ്റ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ബിന്ദു കൃഷ്ണക്കുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ബിന്ദു കൃഷ്ണയും കൂടെ എല്ലാവരും കൂടിക്കൊണ്ടാണ് ഇപ്പൊ ഈ മാങ്കൂട്ടത്തിനെ അടിച്ച് താഴെ ഇട്ടേക്കുന്നത്. അതിന് നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ പുറത്തു വിട്ടോ ഒരിക്കലും പ്രശ്നമില്ല. കാരണം പുറത്തു വിടണം. ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ തെരുവ് നായി അവന് മാത്രം നിൽക്കണവിടെ. അതിലൊക്കെ ഒരു കാരണത്തിലാണ് ഇപ്പൊ ഈ മാങ്കൂട്ടത്തിന്റെ പേര്. അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു MLAക്ക് പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാം. ഞങ്ങൾ കേസ് കൊടുക്കട്ടെ, പരാതിക്കാർ കേസ് കൊടുക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ തീരുമാനിക്കാം എന്നല്ല പറഞ്ഞത്. ഇവരാരാ അവിടുത്തെ രാജാവാം. പിണറായിക്ക് പോലും ഇല്ലാത്ത ഉത്തരവാദിത്തമാണ് ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ ഇന്നാൾ എന്ത് സുഖമായി കണക്കിനെ വെച്ച് നോക്കുമ്പം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ അദ്ദേഹം പുറന്തള്ളുമോ? ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇങ്ങനെ വീട്ടിൽ ന്യൂസ് പറഞ്ഞാൽ അദ്ദേഹം പുറന്തള്ളത്തില്ല. നിങ്ങൾ പ്രതികരിക്കുന്ന വെച്ചാൽ ആ പയ്യൻ കുതിച്ചു കയറുന്ന ഒരു പയ്യനാണ്. ആ പയ്യനെ അടിച്ചൊതുക്കി മൂലയിൽ നിൽക്കാനുള്ള ഒരു ഭാവി നശിപ്പിക്കാനുള്ള ഈ പി.ഡി. സതീശൻ അടുത്ത ഇലക്ഷന് എന്തായാലും ഈ മാങ്കൂട്ടത്തിന് നല്ലൊരു സ്ഥാനം കിട്ടും.
ഇപ്പൊ അടുത്ത ഇലക്ഷൻ ഇവനെ തെരുവിലിട്ട് അടിക്കണം. ഈ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ തെരുവിലിട്ട് പച്ചത്തിലോട്ട് വരണം. ഈ നായ ജയിപ്പിക്കരുത്. അവർ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിറക്കുക. പക്ഷെ അവർ ആ സ്ഥാനം കിട്ടരുത്. അതാണ് എനിക്ക് പറയണം. ഞാനൊരു പക്കാ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ കൂടെ 2-3 പേരെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അവളെ ഏത് സിനിമയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്? അവൾ മോട്ടറാണ് പറഞ്ഞത്. അവളെ ഏത് സിനിമയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്? അവളെന്തെങ്കിലും പരാതി പറയുന്നുണ്ടോ അവനെ കുറിച്ച്? അവരിപ്പോഴും സുഹൃത്താണ്. ഇത് മനഃപൂർവ്വം വി.ഡി. സതീശൻ അവളെല്ലാം ഇവിടെ. എനിക്കൊന്ന് വി.ഡി. സതീശന്റെ പെണ്ണ് അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല. കൃഷ്ണനോട്ട് രഹസ്യമായിട്ടും കാര്യം നടത്തുന്ന ഒരു പന്ന മറ്റേ മോനാണ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ബിന്ദു കൃഷ്ണൻ അവന്റെ രഹസ്യമായിട്ടുള്ള അവളെല്ലാവരും കൂടിക്കൊണ്ടാണ് ഇപ്പൊ ഈ കളി കളിച്ചേക്കുന്നത്. ഈ പരിഹാര പുറത്താക്കിയേക്കുന്നത്. അവൻ ഒത്തിരി മുമ്പിൽ അണികളെ മുമ്പിൽ നിർത്തി എല്ലാ കാര്യം സാധിച്ചിട്ട് ഇവരൊക്കെ പെരക്കാത്തിരുന്ന് പെണ്ണുമ്പിളയോട് ഇവന്മാര് പുറത്ത് മടിയുള്ളൂ പോലീസുകാരിന്ന്. അറിയോ? ഈ ഞാൻ പറയുന്ന ഏതുപോലെ കോൺഗ്രസ്സുകാരും പട്ടാ കോൺഗ്രസ്സുകാരും പറയുന്ന ഒരു വാക്കാണ് ഈ ബിന്ദു കൃഷ്ണയുടെ ഈ സതീശന്റെ ഈ പല കഴിവുള്ള ഈ പയ്യനെ ഒതുക്കിയെടുത്തായിരുന്നു. അവിടെ ഒരാഴ്ചയില്ലാത്ത നടപടിയെടുത്തിട്ടുണ്ടോ? അവർ എം.എൽ.എ കുറിച്ചോ ആരെയൊക്കെ കുറിച്ച് മോശമായിട്ട് സ്ത്രീകൾക്കിടയിൽ വന്നാല് അത് പറയണോ? അത് പരിശോധിക്കട്ടെ. പരിശോധിച്ച് നോക്കട്ടോ തീരുമാനിക്കാം. അതല്ലേ ഇവൻ ചെയ്യേണ്ടത്. വണ്ടൻമേട് ടിൻഡോ, ഞാൻ ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇതിനകത്ത് കോൺഗ്രസ്സുകാരുടെ തന്നെ കളികളാണ് ഈ കൂടുതലും ഈ വഷളാക്കുന്ന മൊത്തം. അത് യാഥാർത്ഥ്യമാണല്ലോ. അതാരാന്നുള്ളത് വ്യക്തമാണ്. ആരൊക്കെയാണ് കൂടെ നിന്നവർ തന്നെയാണ് പണിതത്. അതെ അതെ അതെ. അപ്പൊ അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഇലക്ഷന് ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട. അതിന് CPM-ഉം ഒത്താശയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എതിർകക്ഷിയായിട്ട് വന്ന ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ മരണശേഷം വന്നാകുന്ന ചാണ്ടിയുമ്മന്റെ ഇലക്ഷന്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ പാലത്തിന്റെ കാര്യമൊക്കെ പൊളിച്ച് അടുക്കിയതൊക്കെ രാഹുൽ മാങ്കൂട്ടമാണ്. ഈ 3 മുന്നണികളിലെ ഇതുപോലെ ഒരു സംസാര ചാരുതയുള്ള കൃത്യമായിട്ടുള്ള അവബോധമുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരൊറ്റ നേതാവുണ്ടോ? ഇല്ല. ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ആശയം കയറ്റാൻ പറ്റിയ ഒരു നേതാവുണ്ടോ? ഇല്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഈ ഇദ്ദേഹത്തെ ഒരു അപവാദ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിനകത്ത് വരുമ്പോൾ എതിർ ചർച്ചകളിൽ ഇദ്ദേഹം ഓപ്പോസിറ്റ് ആയിട്ട് വന്നാലും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാകുന്ന ഒരു വാർത്ത ചമയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. ചുരുക്കം പറഞ്ഞാൽ ഇത് കോൺഗ്രസിലുള്ള നേതാക്കൾക്കും മറ്റ് എതിർകക്ഷികൾക്കും ഒരു ശക്തമായ ഒരു എതിരാളിയാണ്. ഇവരെ അടിപടലം പറിക്കേണ്ടത് എല്ലാവരുടെയും കൂടെ ആവശ്യമാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച പോലെ ഇതുപോലൊരു വളർന്നു വരുന്ന നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലല്ലേ ഇത് ആക്ട് ചെയ്തത് എല്ലാവരുടെ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ രാഹുൽ പരിശുദ്ധനാണെന്നോ രാഹുൽ പെണ്ണുപിടിച്ചോ എന്നുള്ളതല്ല ഇഷ്യൂ. പക്ഷേ ഈ രാഹുലിനെ ഇല്ലാതാക്കാനുള്ള ഈ വ്യഗ്രത, ഒരു പരാതി പോലും കൊടുക്കാതെ വെറും ആരോപണത്തിന്റെ പേരിൽ അയാളെ നശിപ്പിക്കാനുള്ള സംഘം ചേർന്നുള്ള ആക്രമിക്കാനുള്ളതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ രാഹുൽ പെണ്ണ് പിടിച്ചോന്നോ അതിനെ അയാളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനും അല്ല നമ്മൾ ശ്രമിക്കുന്നത്. അല്ലല്ല, രാഹുലിനെ ഞാൻ പാലക്കാട് ചെന്നപ്പോ രാഹുലിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ധാരണ അവിടുത്തുകാർക്കുണ്ട്. രാഹുലിന്റെ അതുകൊണ്ടാണല്ലോ അത്രയും ചരിത്ര ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ അവിടുന്ന് വിജയിപ്പിച്ചു വിട്ടത്. അത് തന്നെ ഈ ഒരു അത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമായിട്ട് ഞാൻ പാലക്കാട് മണ്ഡലത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പലരുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈ മണ്ഡലം വിട്ടു പോകത്തില്ല. ആ ഒരു നിലവാരത്തിൽ രാഹുൽ തന്നെ എന്നുള്ളതാകുന്ന ഉറപ്പവർക്കുണ്ട്. അവിടെ നല്ലൊരു ക്ലീൻ ഇമേജ് അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിനകത്തൊരു ഹിഡൻ അജണ്ട എന്ന് പറയുന്ന രാഹുലിനെ നിശബ്ദനാക്കുക എന്നുള്ളതാണ്. അത് സ്പഷ്ടമല്ലേ? വേഗത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ കുറെ നടപടികൾ വന്നിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. ഇതിനകത്ത് റിപ്പോർട്ടർ ചാനലാണ് ഈ ഇവിടുന്ന് കൂടുതലും കളിക്കുന്ന മൊത്തം. അതുകൊണ്ടാണല്ലോ അത്തരത്തിൽ പണം മുടക്കി അവരൊരു ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. അല്ലേ, എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഞാൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ ഈ മുതലാളി ഇരുന്ന് പറയുന്ന ഒരു കാര്യം, അണിയറയിൽ ഇനിയും 3 കൊടുക്കാനുണ്ട്. ഇനി അണിയറ 3 ഇപ്പൊ നമ്മളെ തന്നെ 3 തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള, അതായത് ഈ മരത്തിന്റെ മണ്ടയില് കോടാലിയും കൊണ്ട് വെട്ടിമറിച്ചിട്ട കാട്ട് കള്ളനാണെന്ന് ഓർക്കണം ഒരു ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇരുന്ന് പറയുന്നത്. അതെ, പോസ്കോ കേസ് നിലവിലിരിക്കുന്ന ആളാണ് അരുൺകുമാർ. അപ്പൊ ഇതിനകത്ത് ഇരുന്ന് പറയുകയാണ്, ഇനിയും നമ്മളെ തന്നെ 3 ഇരിപ്പുണ്ട്, അത് നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല.
അപ്പൊ ഇതിനകത്ത് നോക്കിയിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം ബാക്കിയും കൂടെ വിടാൻ. അതാ അപ്പം അത് കേൾക്കുന്ന കേൾവിക്കാരിലുണ്ടാക്കുന്ന ഒരു മാറ്റം ചോദിക്കും. മാനസികമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് പറയും ഇനി നമ്മുടെ കയ്യിൽ 3 ഇരിപ്പുണ്ട്, അതൊന്നും നമ്മൾ പുറത്തു വിട്ടിട്ടില്ല, പുറത്തു വിട്ടാൽ എന്താവും എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം. എന്റെ പേര് ആലുവ വാഴക്കുളം. നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞ ഒരു മിടുക്കം പയ്യനെ ഈ കോൺഗ്രസ്സുകാരെ ഒറ്റുകൊടുത്തതല്ലേ സാറേ ഇത് ചെയ്തേക്കണേ. അത് ഇതുമൂലം രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ എത്ര MLA-മാരുണ്ട് സാറേ? ഇവിടെ ഇപ്പൊ ഈ പിണറായി സർക്കാരിന്റെ കാലത്തുള്ള MLA-മാർ ഇപ്പോഴും കൊണ്ടുള്ള വീരന്മാർ, അവരെ കൊണ്ടൊന്നും രാജിവെപ്പിക്കുന്നില്ലോ. ഇത് സതീശൻ കളിച്ച കളിയാണ്. രാഹുലിനെ രാജിവെപ്പിച്ചത് അത് സതീശനെ അനുഭവിച്ചു. ഇത്ര എനിക്ക് പറയാനുണ്ട് സാറേ. സതീശനെ ഇത്തവണ പറവൂരാര് തോപ്പിക്കും എന്ത് തോന്നുന്നു? സതീശനെ അവിടെ കെട്ടിവച്ച പൈസ പോലും നമുക്ക് കിട്ടില്ല. മംഗലാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്റെ പേര് സോമി. വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് ഈ തരത്തിൽ അവഹേളിക്കത്തക്ക രീതിയിൽ കോൺഗ്രസ് പാർട്ടി ചെയ്തത് വളരെ മോശം. ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. എന്ത് പറയാനാ ഇവരെ പറ്റി, എന്ത് പറയാനാ സുഹൃത്തെ? വേറൊരു വാക്കുകൾ പ്രയോഗിക്കാനില്ല. എനിക്ക് വൃത്തികളൊന്നും പറഞ്ഞ ശീലമില്ല. ആ പെണ്ണും പറഞ്ഞു കേട്ടിട്ട് ഇയാളെ എഡിറ്റ് ചെയ്യാടി അവനെയൊക്കെ ഇങ്ങനെ ചെയ്തത് വളർന്നു വരുന്നത്. ഇപ്പൊ ഈ മുതുക്കന്മാരെല്ലാം ചത്തൊടുങ്ങി പോകും, അത്രേ ഉള്ളൂ. പാർട്ടി നശിച്ചു പോകും. ഒരു അന്വേഷണം പോലും നടത്താതെ ഒരു ആരോപണം വന്നപ്പോ തന്നെ അവരുടെ ഏറ്റവും മിടുക്കനായ ഒരു നേതാവിനെ രാജിവെപ്പിച്ച ഇവന് എന്ത് ആ ചെറുക്കനെ കൊലക്ക് കൊടുത്തില്ലേ ഇവന്മാര്? കൊലക്ക് കൊടുക്കല്ലേ ഇത്? അവൻ തെറ്റ് ചെയ്തെങ്കിലും തെളിവുകൾ കൊണ്ടുവന്ന് അതിന് ശിക്ഷിക്കട്ടെ, കോടതിയിൽ പോയി ശിക്ഷിക്കട്ടെ. പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ഉണ്ടല്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? വളരെ വേദനയോടുകൂടി തോന്നി. ഞാൻ നിങ്ങളുടെ ഇതൊക്കെ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. എന്തൊരു നീതികേടാണ് കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളെങ്കിലും ഉണ്ടല്ലോ ഒരു ശബ്ദം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ വീണനെ ചവിട്ടാനായിട്ട് എന്തൊരു വ്യഗ്രതയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഞാൻ സാധാരണ ഈ ന്യൂസ് ഇവിടെ കാണുന്നത് ഈ നമ്മളെ യൂട്യൂബ് വഴിയാണ് കാണുന്നത്. ഞാനത് ഇന്നലെ മുതൽ കാണുന്നേ ഇല്ല. എന്തൊരു സങ്കടകരമായ അവസ്ഥ. ഏതൊക്കെ അറവാണിച്ചുകൾ വന്നിരുന്നു എന്തൊക്കെ വിളിച്ചു പറയാണ്. ഇവിടെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണ്? പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രിവിലേജ് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ പ്രിവിലേജ് ഒന്നും നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. ആണിനും പെണ്ണിനും തുല്യ അവകാശമേ ഉള്ളൂ. ഇത് പെണ്ണെന്ന് പറയുമ്പോഴത്തേനും ഈ ജാതിക്ക് വോട്ട് ചോദിക്കുന്ന പോലെയാ പെണ്ണുങ്ങളുടെ വോട്ടിന് വേണ്ടി ഇത് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുലിനെ ഈ വെറുക്കുന്നവരെക്കാൾ ഇതുകൊണ്ട് അവന്റെ പേരിൽ ഒരു കളങ്കം ചാർത്താന്ന് വിചാരിച്ചാൽ അതിൽ കൂടുതൽ അവനെ സ്നേഹിക്കുന്നവരായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും. അല്ല, ഈ ഒരു ആരോപണത്തിലൂടെ രാഹുലിനുള്ള പിന്തുണ ഏറുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരു അന്വേഷണം ഇല്ലാതെ ഒരു വിധി എഴുത്തുക എന്ന് പറയുന്നത്, ഒരു അന്വേഷണം മിനിമം അതൊരു കേസെങ്കിലും കൊടുക്കും. അവനെ നന്നാക്കാനായിട്ട് ഇങ്ങനെയാണോ നമ്മളൊക്കെ എല്ലാവരും നന്നാക്കുന്നത്? നമ്മളൊക്കെ ഒരു മോശമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ അവനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവരെ വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിച്ചാണ്. ഒരു നല്ല സഹോദരി ചെയ്യേണ്ടതല്ലേ? ഇത് എന്താ അവള് കാട്ടിക്കൂട്ടുന്നത്? എന്താണ് അവളെ പറ്റിയൊക്കെ പറയേണ്ടത്? എനിക്ക് 64 വയസ്സായി കേട്ടോ. പക്ഷെ എനിക്കിത് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഈ കർണാടകയിലോട്ട് വാ. ഇവിടെ ഇതിനൊക്കെ പുല്ലുവില കൽപ്പിക്കുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരമൊക്കെ. ഇവിടുത്തെ മനുഷ്യരൊന്നും ഇത് ചെവി കയറ്റിയല്ല, ചെവിയിൽ. വല്ലാത്ത കഷ്ടമായി പോയി. ഏതായാലും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ തന്റെ ഇടത്തിന്. എനിക്ക് മറ്റൊന്നും പറയാനില്ല. അയാളോട് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ ഒരു മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് അതിന് സാധ്യതയില്ല. ഞാൻ അയാൾ ഫേസ്ബുക്കിലോ ഒന്നും ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ല. എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളതെന്ന് പറഞ്ഞു? പൊരുതി മരിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. പൊരുതി മരിക്കണം. പീരുവിനെ പോലെ ഒളിക്കരുത്. ചങ്കൂറ്റത്തോട് നേരിടാൻ പറ. ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം അതാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കാൽ ഒളിക്കരുത്. ചങ്കൂറ്റത്തോടെ തന്നെ നേരിടണം. ആണത്തത്തോടെ പൊരുതി മരിക്കണം. നോക്കൂ, എന്നാലും നമ്മൾ മരിച്ചല്ലേ പറ്റൂ. ഇതിനെതിരെ പ്രതികരിക്കണം എന്നാ പറയുന്നത്. ഇവളുമാരൊന്നും തരുന്ന ഒരു സദാചാരം കൊണ്ടൊന്നും നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇവരൊന്നും വെട്ടി തുറക്കുന്ന വഴികളല്ല നമ്മളത്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറയും. ധൈര്യമായിട്ട് ഒരാളെ ഉള്ളെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും പതറാതെ നല്ല രീതിയിൽ ധൈര്യത്തോടു കൂടി പോരാടി മരിക്കാൻ പറ. വീരനെ പോലെ ഒളിച്ചോടില്ല. അത്രയൊന്ന് പറഞ്ഞാൽ മതി. കോട്ടയം നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കോൺഗ്രസ് പ്രവർത്തനാണ്. ഇന്ന് കോൺഗ്രസിലെ ഈ നേതാക്കന്മാരില് ഏത് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തിയാലും ജയിക്കുന്ന ഒരു യുവ നേതാവാരാ? രാഹുലിനെ നിർത്തിയാൽ ജയിക്കുകയോ ഇല്ലയോ? ഒരു സെക്കൻഡ്. ഇന്ന് കേരളത്തിലുള്ള നിലവിലെ സാഹചര്യത്തില് ഷാഫി പറമ്പിൽ കഴിഞ്ഞാൽ ആരാ? ഷാഫി പറമ്പിൽ കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ട ആണല്ലോ. അതെ. വേറെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇപ്പൊ പേര് പോലും ഒരു 3 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടി പ്രവർത്തനമായി അങ്ങേക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? രാഹുൽ അല്ലാതെ ഒരു 3 പേരുടെ പേര് പറയാമോ? പെട്ടെന്ന് മനസ്സിൽ വരുന്ന 3 നേതാക്കന്മാര്. ഞാൻ ഇതുകൊണ്ട് നടക്കുന്നോണ്ട് എനിക്കറിയാം. പക്ഷെ സാധാരണക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. അല്ല, താങ്കൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേര് തന്നെ ഞാൻ ചോദിക്കുന്നത്. അബിൻ വർക്കി ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അബിൻ വർക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പേരോട് 2 പേരോട് പറയാമോ?
അബിൻ വർക്കി കഴിഞ്ഞാൽ വേറെ രണ്ടുപേരുടെ BRM ഷബീറിനെ നിർത്താം, ജ്യോതികുമാറിനെ നിർത്താം. എത്ര പേരുകളുണ്ട് സാറേ? അവര് യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണോ? അവരൊന്നും 50 കഴിയാത്ത അവർക്ക് യൂത്ത് കോൺഗ്രസ് അല്ല, അത് യൂത്തന്മാരുടെ ഒരു ലിസ്റ്റിലുള്ള കോൺഗ്രസ്. പക്ഷെ അത് പറഞ്ഞേ ഇന്ന് ഈ പറഞ്ഞ കുറച്ചു പേരുടെയൊക്കെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഇതുപോലെ എറിഞ്ഞിട്ട് കൊടുക്കണമെന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. സാറ് പറഞ്ഞപ്പോഴാണ് ഞാനത് തിങ്ക് ചെയ്തത്, ആലോചിച്ചത്. സാറ് പറഞ്ഞ 100%. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും ജയിച്ചു വരാൻ സാധ്യതയുള്ള പാർട്ടിക്ക് അന്തസ്സായിട്ട് മുന്നിൽ നിർത്താവുന്ന ഒരു മുന്നണി പോരാളിയായ ഒരാളെ ഇവരുടെ തെളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരുത്തനെ വെറും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു FIR ഇട്ടു, ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു, അറസ്റ്റ് വരുന്ന സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. വെറും ഒരു അതായത് ഇയാളുടെ കൂടെ ഫ്ലാറ്റിൽ നിൽക്കുകയും താമസിക്കുകയും ഇയാളുടെ കൂട്ടുകാരിയായ ഈ VD സതീശന്റെ കൂട്ടുകാരിയായ ഒരു പെണ്ണ് വന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ആ ബന്ധം വെച്ച് മോളെ പുള്ളിക്ക് വേണേൽ ആശ്വസിപ്പിക്കാൻ, വേണേൽ അവളെ പിന്തിരിപ്പിക്കാം. അതൊന്നും ചെയ്യാതെ ഇവിടെ ആരോപണം കൊണ്ട് കത്തിച്ച് ഈ ഒറ്റ ആരോപണത്തിന്റെ പേരിൽ അവനെ കൊല്ലാൻ ഇട്ടുകൊടുത്ത ഈ നടപടിയെയാണ് ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നത്. അത് സത്യമായിരുന്നു, ശരിയായിരുന്നു അല്ലയോ? ആ സ്ത്രീ പറഞ്ഞപ്പോൾ പോലീസ് കംപ്ലൈന്റ് ഇല്ല, മറ്റൊരു പരമ്പരാതെ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പെണ്ണിന്റെ ആരോപണം ഉണ്ടായപ്പോൾ ഇദ്ദേഹം ഇത്രയും എടുത്തുചാടി രാജി മേടിച്ചത് ശരിയായോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ശരിയായോ ഇല്ലെന്ന് ചോദിച്ചാൽ 100% ശരിയല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങൾ ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടാത്ത ആളെ ആണോ ഞങ്ങളുടെ MLA? അത് കാരണം അത് ചോദിക്കുന്നതിന് അവർക്ക് ന്യായമുണ്ട്, ശരിയല്ല? അത് ആ അവസ്ഥ ഞാൻ പറഞ്ഞ അന്നേ കസേരമോഹികളായ യുവമാര് ഇദ്ദേഹം ആ സംസ്ഥാന പ്രസിഡന്റായി വരികയും ആ സംസ്ഥാന പ്രസിഡന്റ് വഹിക്കുമ്പോൾ തന്നെ പാലക്കാട് ഇതുപോലൊരു അവസരം കൊടുക്കുകയും ഇങ്ങനെ കൂടുതൽ മാധ്യമ പ്രസിദ്ധി കിട്ടുകയും ഒരു സ്റ്റാർഡം, അതായത് ഇന്ന് ഏതൊരു പൊതുപരിപാടി വെച്ചാലും ആദ്യമേ വിളിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഉണ്ടോന്നാ. ഇവിടുത്തെ മുതുക്ക് നേതാക്കന്മാർക്കൊന്നും ഒരു പ്രാതിനിധ്യം ഇല്ലെന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് അടിച്ചു തുടങ്ങി. അന്നേരം ഇവനെ ഒതുക്കുക എന്നുള്ള രീതിയിൽ അല്ല, ഈ കേരളത്തിലെ മൊത്തം ഈ പൊതുപരിപാടികൾക്കൊക്കെ, അതായത് ഒരു മാൾ ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂത്ത് ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രോഗ്രാമിന് ഇവർ രണ്ടുപേരും ഡേറ്റ് ആദ്യം ചോദിക്കുന്നത്. രാഹുലിന്റെ ഷാബിയുടെ ഡേറ്റ് ആദ്യം ചോദിക്കുന്നത്. അത് 100% ശരിയാണ്. അത് അങ്ങനെയുള്ളപ്പോൾ ഈ നേതാക്കന്മാർക്ക് ഇവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാകത്തില്ല, എടാ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ ഇതിൽ നടന്നിട്ട് നമ്മളെ ഒന്നും ഒരുത്തരും വേണ്ടേ, ഇവനോട്ടൊരു പണി കൊടുക്കണമെന്ന് സ്വാഭാവികമായിട്ട് ഇവന്മാർ ആലോചിച്ചപ്പം ഇവർ ഒരു തട്ടിക്കൂട്ടിയ ഒരു സാധനമല്ലേ ഇത് ഇവന്മാരുടെ തന്നെ സൃഷ്ടിയാണെന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ സാറ് ഒരു കാര്യം മനസ്സിലാക്കണം, അതിനകത്ത് ശബ്ദം റെക്കോർഡ് ചെയ്തതിനകത്ത് അത് പുള്ളിയുടെ ശബ്ദമാണ്. പുള്ളിയാണ് എനിക്ക് താല്പര്യമുള്ളതാണ്, അത് പുള്ളിയുടെ ശബ്ദമാണെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അദ്ദേഹം അതുപോലെ ബന്ധമുണ്ട്, ഒരു ഗർഭം ഉണ്ടാക്കിയെന്ന് വെച്ചേക്കുക, ഒരു പരാതി ഇവിടെ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതാ പറഞ്ഞേ, ഇവിടെ നിലവിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ എങ്കിലും തെളിവെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർ ആദ്യമേ കൊണ്ട് ഒരു സെക്കൻഡ് വനിതാ കമ്മീഷന് പരാതി കൊടുത്തിട്ടില്ല, പോലീസ് സ്റ്റേഷൻ പരാതി അല്ലേ പൊട്ടുന്ന അവരുടെ നിയറസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, നിസ്സാരം ഒരു പെറ്റി കേസെങ്കിലും ഇടാനുള്ള തെളിവ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ ആദ്യമേ പോയി FIR ഇടിപ്പിച്ച് അറസ്റ്റ് ചെയ്യാനല്ലേ നോക്കത്തുള്ളൂ സാധാരണഗതിയിൽ. സാറേ അത് കളഞ്ഞത് കൊണ്ട് DNA പോലിഞ്ഞ് നടക്കിയല്ല. ഇവർക്ക് ഇയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇതില് അദ്ദേഹം അതിനകത്തും ആണെന്ന് തന്നെ വെക്കുക, ഇത്തരത്തിലൊരു ബന്ധമുണ്ട്, ഒരു ഗർഭം ഉണ്ടാക്കിയെന്ന് വെക്കുക, അത് പ്രോപ്പറായിട്ട് അതിനൊരു പരാതി വരികയും ഇവരാണ് പറയുന്നത് ഇവരുടെ സൗണ്ടാന്ന് പറഞ്ഞാണ് കേൾപ്പിക്കുന്നത്, ഇതിന് ഒരു ആധികാരികതയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാൾ പറയട്ടെ ഇങ്ങനൊരു ശരിയാ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യമേ ഈ ശബ്ദം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് തെളിയട്ടെ, പരാതി വരട്ടെ, പരാതി വരുന്ന മുറയ്ക്ക് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് അന്വേഷണം തെളിയുകയൊന്നും വേണ്ട, അങ്ങനെ ഒരു സംവിധാനം വന്നാൽ നമുക്ക് അന്നേരം തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്താം എന്നൊരു നിലപാടായിരുന്നു. അതിനൊരു അന്തസ്സില്ലായിരുന്നു. അത് കാലഘട്ടമാണ്, കാലഘട്ടത്തിൽ ആരുടെയും ശബ്ദം വരുത്താം, അത് ശരിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ ഇദ്ദേഹത്തിനും ഈ ബോധം ഉണ്ടെന്നിരിക്കെ ഈ എടുത്തു ചാടി അവനെ കൊല്ലാനിട്ട് കൊടുത്ത പാർട്ടിയുടെ മുന്നണി പോരാളിയായ ഒരു മിടുക്കനായ നേതാവിനെ ഇട്ടുകൊടുത്തത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സതീശന്റെ പേരിൽ ഏതെങ്കിലും വഴി നിൽക്കുന്ന ഒരു അഭിസാരിക വിളിച്ച് ഇയാൾക്കെതിരെ സതീശൻ എന്നെ പണ്ട് ഇതുപോലെ അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേബ്രിക്കറുടെ ഒരു സാധനം കൂടെ കാണിച്ചു വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ രാജിവെച്ച് പോവോ? ഈ പാർട്ടിക്ക് ക്ലീൻ ഇമേജ് വരുത്താനാണ് അദ്ദേഹം ചെയ്തത്. ഇങ്ങനെയാണ് ഇമേജ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 4 പെണ്ണുങ്ങൾ ഇറങ്ങി 4 നേതാക്കന്മാരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും രാജി മേടിക്കുവോ? അതില്ല, അത് പറ്റിയതാ. അന്നേരം പിന്നെ എന്ത് ഇമേജ് ഇതുകൊണ്ടുണ്ടായത്? എന്ത് ഇമേജ് ഉണ്ടായത്? യൂത്ത് കോൺഗ്രസ്സുകാരില്ല, യൂത്ത് കോൺഗ്രസ്സുകാരിലെ പാർട്ടി ഇല്ല ഇതിന് അത് ഇറങ്ങാനും പ്രവർത്തിക്കാനും. ഇപ്പം ഇതാ ഇത്രയും പ്രതിസന്ധി പോവാ, ഓണക്കാലവാ,
കോടികൾ കടമെടുത്ത് മുടിഞ്ഞ് മുഴങ്കോലെടുത്ത് നിൽക്കുകയാണ്. 100 ഇഷ്യൂകളും തീവട്ടിക്കൊള്ളം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഊത്തൻ ഇറങ്ങി ഒരു പ്രതിഷേധം നടത്താനുള്ള ആംബിയറുള്ള ഒരുത്തനുണ്ടോ? ഒന്നുമില്ല. ഉള്ളവനെ അല്ലേ ഇവരെല്ലാം കൂടെ കൂടി ഈ ശേഷിയില്ലാത്തവന്മാരെല്ലാം കൂടെ കൂടി പണിഞ്ഞ് അകത്ത് കയറ്റിയത്, നശിപ്പിച്ച് കളഞ്ഞു അല്ലേ? അതെ അതെ. അത്ര ഇത് നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് ഇവന്മാര് ഈ ഇവന്മാരുടെ കുറെ വൃത്തികെട്ട കുറെ ആഭാസ ചാനലുകൾ ഇവനെ വലിച്ചു കയറാൻ ശ്രമിച്ചു. പക്ഷെ ഇതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് കൂടത്തേ ഉള്ളൂ, ശക്തനായിട്ട് തിരിച്ചു വരും. പക്ഷെ സാറ് ഇതിനകത്ത് സാറ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സാറിനോട് 2 പോയിന്റ് പറയാം. സാറ് അംഗീകരിക്കാൻ പറ്റും, അംഗീകരിക്കുക. അല്ല, ഞാൻ അംഗീകരിക്കില്ല, തുറന്നു പറഞ്ഞു. മറുനാടൻ ഷാജൻ ഇയാളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഷാജന്റെ വീട് തന്നെ ഇയാളെ പടുകുഴിയിലേക്ക് ചവിട്ടി ഇടുമായിരുന്നു. 1. 2, ഏഷ്യാനെറ്റ് ശരിക്കും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റായിരുന്നു ഇന്നലെ കൂടുതൽ സൂക്കേട്. സാറൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ചാനൽ മുതലാളിമാർക്ക് ഫണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു PR ഫണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ ആ പണം മേടിച്ചിട്ട് എന്ത് തരവഴികളും പറയും. അല്ല, ഷാജന് മറുനാടൻ ഷാജന് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് സാറിനോട് ചോദിക്കുന്നത്. അല്ല, അത് എനിക്കറിയത്തില്ല. അത് ഷാജനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അതൊരു ഷാജൻ എന്ത് പറഞ്ഞു എന്ത് ഇതെന്നുള്ളത് എനിക്ക് പ്രസക്തമല്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊക്കെ എന്തൊരു സംഭവിച്ചു? ഷാജന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിയെ കരിവാരാൻ വെച്ചിട്ട് ഉമ്മൻചാണ്ടി നാണം കേട്ടോ? എന്താ സംഭവിച്ചു ലാസ്റ്റ്? എന്താ സംഭവിച്ചു? ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കഥകൾ മെനഞ്ഞു വെച്ചിട്ട് ഇയാൾ തന്നെ മാപ്പ് പറഞ്ഞു അവസാനം. ആ അവസ്ഥ രാഹുലിന്റെ കേസിലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനിത് പറയുന്നുണ്ടെന്ന് ഞാൻ ഈ രാഹുലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, വിളിക്കാനും ശ്രമിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് അറിയാമെന്ന് പറഞ്ഞ പോലെ ഇയാളുടെ പ്രവർത്തനങ്ങളും ഇയാൾ മുൻനിരയിൽ ഇയാൾ വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ടതും അതിന്റെ ഇയാൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളും അതിനെയെല്ലാം ഇയാൾ അതിജീവിച്ചതും എല്ലാം നമ്മൾ കണ്ട് വിലയിരുത്തപ്പെട്ട ഒരു ഇമേജ് അയാളെക്കുള്ള, അല്ലാതെ ഇയാളെ കുറിച്ച് നമുക്ക് ആരും പറഞ്ഞുള്ള ഇമേജ് അല്ല. ഇല്ലേ? എത്ര നേതാക്കന്മാരുണ്ട് ഇന്ന് ഇവന്റെ ഒക്കെ കതറൊന്നും ഉടയാൻ ഇവന്മാരെ സമ്മതിക്കുമോ? VD സതീശനൊക്കെ ഒന്നുമില്ല. ഒരു തുള്ളി വേർപ്പയുടെ നെറ്റിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അതെ അതെ അതെ. ഈ VD സതീശൻ 100% ക്ലീൻ ഇമേജാ. പുള്ളിയുടെ ക്ലീൻ ഇമേജ് വരുത്താനായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചത്. ക്ലീൻ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആളുകളൊന്ന് മെനക്കെട്ടാൽ ഈ ഇമേജ് എവിടെ പോകും? അതല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചതല്ല. പുള്ളിയുടെ ടീം UDFും ക്ലീൻ ഇമേജ് വരണമെന്നാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അതാണ് പുള്ളി ആ രീതി ചെയ്തത്, അല്ല വേറൊന്നുമല്ല. പക്ഷെ അടുത്ത ദിവസം തന്നെ കേക്ക് മൊത്തം തിന്നാനായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ പുള്ളി ഇവരുടെ അടുത്ത് തന്നെ? അതൊക്കെ ഇതിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് അതോട് ഇപ്പൊ പൊളിഞ്ഞില്ലേ എല്ലാം? അല്ല പുള്ളി പറയുന്നുണ്ടല്ലോ മകളെ പോലെ കാണുന്നു. അപ്പൊ മകളായിട്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ചും അങ്ങനല്ലേ പറഞ്ഞ? എന്റെ പിതൃതുല്യനാണ്. അല്ല സാറേ, ഈ മകള് തന്നെയാണെന്ന് മകളുടെ ഇപ്പൊ സാറിന്റെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് സാറ് കേക്ക് മുറിക്കാൻ തെറ്റ് പറയാൻ പറ്റിയല്ലോ. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ ഉള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വിളിച്ച് MLA ഹോസ്റ്റലിൽ വിളിച്ച് താമസിപ്പിക്കേണ്ട എന്തിന്? ഈ നാട്ടിൽ എത്രയും പെണ്ണുങ്ങളുണ്ട്. അല്ല, മോളാന്ന് കരുതി ഞാൻ പറഞ്ഞു. ഇപ്പൊ മോളാന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്ക് അങ്ങയുടെ ഏജോ പ്രായമൊന്നും എനിക്കറിയില്ല. മോളാന്ന് പറഞ്ഞ ഒരു പെണ്ണിന് ഒരു 21, 22 അല്ലെങ്കിൽ 10, 25 വയസ്സുള്ള ഒരു പെണ്ണിനെ നമ്മൾ വീട്ടിൽ കയറി നമ്മുടെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചു. മോളാ? താമസിപ്പിക്കുവോ? ഇല്ല. അതാ പറഞ്ഞേ. അതെനിക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നുമില്ല, നമ്മൾ സംശയത്തോടെ കാണുന്നുമില്ല. പക്ഷെ ആളുകളും കഴിക്കുന്നത് നമ്മളൊക്കെ ഈ ചോറല്ലേ നമ്മൾ കഴിക്കുന്നത്. അതെ. ഈ ബോധം ഒന്ന് വെക്കണമെന്ന് മാത്രം. അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രാഹുലിന്. ആ രീതിക്ക് പോകണം. സീറ്റ് കൊടുക്കുന്ന VD സതീശൻ പറവൂരിന്ന് ജനങ്ങൾ ജയിപ്പിക്കുമെന്ന്. അതല്ല സാറേ, ഹൈക്കമാൻഡിന് എന്തോ ഹൈക്കമാൻഡ് എന്തോ കുറെ അളിഞ്ഞ കുറെ ആഭാസന്മാരിക്കുന്നത്. എന്ത് ഹൈക്കമാൻഡ് എന്ത് ഹൈക്കമാൻഡ്? ഒരു വാളി കമാൻഡ്. ഇവന്മാർക്ക് എവിടെയെങ്കിലും അഡ്രസ് ഉണ്ട്? ഇന്ന് ഈ കേരളത്തിലല്ലാതെ ഏതെങ്കിലും അഡ്രസ് ഉണ്ടോ ഇവന്മാർക്ക്? അല്ല, ഞാൻ പറയട്ടെ, ഇവന്മാര് വലിയ ഇത് നയിച്ച് അത്രയും ഒരു വലിയൊരു പാർട്ടി ഇന്ന് എവിടെ കൊണ്ടെത്തിച്ചു? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹൈക്കമാൻഡിനെ പറ്റി സാറങ്ങനെ പുച്ഛിച്ചു പറയും. കഴിഞ്ഞ പ്രാവശ്യം ഹരിദാസ് സാബുവിന് ഒരു യോഗ്യതയില്ലാത്ത ഹരിദാസ് സാബുവിന് സീറ്റ് കൊടുത്തല്ലോ. സാറിന് അതിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ലേ? അതിന് യോഗ്യതയിൽ എത്ര പേര് പുറകിലുണ്ടാക്കും? അല്ല, അതുപോലെ ഞാൻ അത്രയും ഇൻഡപ്തിലേക്ക് ഒന്നും പോകുന്നില്ല.
ഇതിലേക്കേ അന്നേരം ഇതിനകത്ത് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മ്ലേച്ഛനായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടവാ, ഹൈക്കമാൻഡിന്റെയും ഇവിടുത്തെ ലോ കമാൻഡിന്റെയും ഒക്കെ നോട്ടത്തില്. അല്ലെ ഇത്രയും മ്ലേച്ഛന പാർട്ടിയെ തകർത്ത ഒരുത്തൻ എന്ത് അതുപോലെ നാശമല്ലേ രാഹുൽ പാർട്ടിക്ക് ഉണ്ടാക്കിയേക്കുന്നത്? രാഹുലിനെ മാറ്റിയതോടുകൂടി ഭയങ്കര ക്ലീൻ ആയില്ലേ പാർട്ടി ഇപ്പം? അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിനെ സംരക്ഷിക്കല്ലോ. അതൊക്കെ പരിശുദ്ധനല്ലേ? അങ്ങനൊന്നും പറയല്ലേ. മുകേഷും ഇവരൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ. മുകേഷ്, എന്റെ പേര് പി തങ്കപ്പൻ, തൊടുപുഴ. രാഹുൽ മാങ്കൂട്ടം ചെറുപ്പം നാൾ മുതലേ പിന്നെ യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്നു വന്നത് ചെറുപ്പക്കാരാണ്, നല്ലൊരു ഭാവിയുള്ള ചെറുപ്പക്കാരാണ്. അവരൊരിക്കലും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യത്തില്ല. സ്ഥാനമോഹികളായ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള അതിനകത്ത് കുറെ ഏറാമൂളികളായിട്ടുള്ള അവർക്ക് ഏറാമൂളികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടി മനഃപൂർവ്വം കൊടുക്കിയതാണ് ഇതിനെ. മനഃപൂർവ്വം ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടും പോലും ഞാൻ ചെയ്യല. ഞാൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ലോട്ടറി തൊഴിലാളി യൂണിയന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ്. ഞങ്ങളുടെ വലിയ നേതാവ് പി ജോസഫാണ്, മുൻ KPCC ജനറൽ സെക്രട്ടറി പി ജോസഫാണ്. ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചെയ്യുമെന്ന് ശ്രദ്ധിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, ഇവർ രണ്ടുപേരും പാർട്ടിക്കകത്തൊക്കെ നല്ല രീതിയിൽ ശോഭിക്കുന്ന നേതാക്കന്മാരാണ്. വി.ഡി. സതീശൻ ചെയ്തത് ശരിയാണോ? വി.ഡി. സതീശനൊക്കെ സ്ഥാനമോഹികളല്ലേ? പുള്ളി ഇപ്പൊ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു നടക്കുകയല്ലേ പല കാര്യങ്ങളും. ഇവരുടെ ഈ കളി കാരണം കൊണ്ട് എന്ത് വേണ്ടി UDF അടുത്ത ഭരണം കിട്ടണ്ട? ഇവരുടെ ഈ കളി കാരണം കൊണ്ട് ആ ഭരണം ഇവർ മുഖാന്തരം ഇല്ല ആകാൻ പോണത്. എന്റെ സ്ഥലത്താണിയാണ്. ഇവൻ വെറും നാറിയാണ്. ഇവ കാര്യം പറഞ്ഞതിനെന്താ? ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്. ആര്? ഈ വി.ഡി. സതീശൻ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ. അപ്പൊ പിന്നെ ഇവൻ ഈ മാങ്കൂട്ടത്തിന് ചെയ്തത് അതൊന്നും നമ്മള് സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാ. പറവൂര് ഒരുപാട് യൂട്യൂബിലുണ്ടായാലും ഒരു പെണ്ണിന്റെ കേസിൽ ഒരു പെണ്ണ് പച്ചനെ പറയണ്ടായില്ല. പറവൂർ തന്നെ ഇവൻ ഒരുപാട് പരിഗണന കാണിച്ചിട്ടുണ്ട്. ഇവൻ രാഷ്ട്രീയത്തിൽ ഇവൻ ഈ ഇതായിട്ട് വന്നേക്കൊക്കെ മുന്നേ എന്തെല്ലാം പരിഗണന കാണിച്ചേക്കണ്. ഒരു ചേച്ചി നിന്ന് യൂട്യൂബിൽ നിന്ന് പൊള്ളിയാത്രങ്ങൾ കംപ്ലീറ്റ് കാണിച്ചാണ്. ഇപ്പൊ ഡീസന്റ് ആയിട്ട് എന്താ കാര്യം? ഇവന്റെ ഭൂതകാലം ഒന്ന് തെരഞ്ഞ മതി. ഈ പറവൂര് നിന്നവൻ ഈ ഭൂതകാലം ഒന്ന് തെരഞ്ഞ മതി. ഇത് കാണാപ്പാടമാണ് പറവൂർക്കാർക്ക്. വി.ഡി. സതീശന്റെ പേര് കുഞ്ഞി മുഹമ്മദ്, പെരിന്തൽമണ്ണ. ഇവര് ഇപ്പൊ അടുത്തൊന്നും തുടങ്ങിയല്ല ഈ പരിപാടി. ഇയാളെ ഒഴിവാക്കാനേ ഇതിന്റെ ബാക്കിൽ BJP ഉണ്ട്, CPM ഉണ്ട്, പിന്നെ UDF ഉണ്ട്. 3 കൂട്ടരും കൂടി എടുത്ത പരിപാടിയാണ്. കാരണം എന്താ വെച്ചാല് ഇയാളിപ്പോ ഒരു MLA, ഈ MLA ആണെങ്കിലും മുന്നേ ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ സ്ത്രീ എവിടെയായിരുന്നു? എത്ര വർഷം മുന്നേ ചാറ്റിംഗ് ആണ് ഇപ്പൊ പുറത്തുവിടുന്നത്. അപ്പൊ അതുകൊണ്ട് രാഹുലിനെ ഒതുക്കാന് 3 പാർട്ടി, കാരണം പിന്നെ മതേതരവാദിയാണ് രാഹുൽ മാങ്കൂട്ടത്തില്. അതിന് നഖശിഖാന്തം എതിർക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തില്. അങ്ങനെ എതിർക്കണ എല്ലാവരെയും ഇവരെ ഇല്ലാതെയാക്കും. അത്രേ പറയാനുള്ളൂ. അതിന് എല്ലാവരും കൂട്ടുണ്ട്. പിന്നെ CPM എന്ന് പറഞ്ഞാല് CPM-ന്റെ ആൾക്കാരെ ഒരു രക്ഷിക്കും. CPM-ന്റെ പാർട്ടിക്കാരാണെങ്കിൽ CPM എന്ത് പിന്നെ ചെയ്താലും, എന്ത് തോന്നിയോസനം ചെയ്താലും അവർ സംരക്ഷിക്കും, കൂടെ നിൽക്കും, കട്ടൊക്കെ കൂടെ നിൽക്കും. പക്ഷെ UDF അങ്ങനെയല്ല. പിന്നെ UDF എന്തെങ്കിലും പ്രശ്നം വന്നാല് ഒരു ധാർമ്മികത. എന്ത് ധാർമ്മികതയാണ്? ഇയാളെ പാവം കുടുക്കിയതാണ്. ഇതിപ്പോ തുടങ്ങിയതാണ്. ഇതിന് മുന്നേ ഒരു പ്ലാൻ ചെയ്ത് കൊടുങ്ങാണ്ട് ആണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ ഉണ്ടാക്കിയത്. ആരോപണം വന്നപ്പോഴേ ഇദ്ദേഹത്തിന്റെ രാജി വാങ്ങി ഇദ്ദേഹത്തെ പുറത്താക്കി നാണം കെടുത്തതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിന് മുന്നേ എത്ര ആൾക്കാർ ഉണ്ട്? മുകേഷ് അല്ലേ? അങ്ങനെ എത്ര CPM-ൽ എത്ര ആൾക്കാരുണ്ട്? ഇതിലും വലിയ കുറ്റം ചെയ്ത ആൾക്കാരില്ലേ? പിന്നെ ബലാത്സംഗം ചെയ്ത കേസിലെ ആൾക്കാരില്ലേ? ഇതിന് ഒരു ചാറ്റിംഗ് നടത്തി ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും യോജിക്കണില്ല. ഇത് തെറ്റാണ്. ഇതൊരു മനുഷ്യനോട് ചെയ്യുന്ന ഒരു മനുഷ്യനോട് അനീതിയാണ്. ഒരു പാവപ്പെട്ട പ്രവർത്തകനാണ്. നേരിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, മതേതരത്തിന് വേണ്ടി, അതുകൊണ്ട് മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും RSS-ഉം പിന്നെ CPM-ഉം ചേർന്ന് ഇല്ലാതാക്കും. അത് ഈ ലോകത്ത് അങ്ങനെയാണ്, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അങ്ങനെയാണ്. പക്ഷെ പാവപ്പെട്ട മനുഷ്യരാണ്. ഒരിക്കലും യോജിക്കണില്ല. ഇത് വേഗം രാജ്യം ഇതിന്റെ ബാക്കില് പിന്നെ സ്വന്തം UDF തന്നെ ഉണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുങ്ങാണ്ട് ഇവനെ രാജിവെപ്പിക്കുക. കാരണം എന്താ? വളർന്നു വരൂല. അതിന്റെ ഒറ്റ ഉദാഹരണമാണ്. ഇനി അതേമാതിരി ഷാഫി പറമ്പിനും ചെയ്യും ഇവര്. ഈ പിന്നെ ആളെ കൊണ്ട് വിളിപ്പിക്കുക. ഈ ശരീരനെ കൊണ്ട് എന്തൊക്കെ ചെയ്യണ്ട. പാവം ഉമ്മൻചാണ്ടിനെ അവർ ഇല്ലാതാക്കിയില്ലേ? നല്ല ഭരണാധികാരിയായിരുന്നു അച്യുതാനന്ദൻ സാറ്, അതേമാതിരി നാരായണൻ സാറ്. ഇവരൊക്കെ നല്ല പിന്നെ ആളുകളായിരുന്നു. മതേതരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ മെല്ലെ ഇല്ലാതെയൊക്കെ ഒഴിവാക്കും. ഇത് CPM-ന്റെ BJP-ന്റെ പണിയാണ്. CPM-ൽ BJP ഉണ്ട്, BJP-യിൽ CPM ഉണ്ട്.
ഇവർ രണ്ടാളും കൂടി എടുക്കുന്ന പണിയാണ് ഇവര്. അതിന്റെ കൂടെ UDF കൂടി കൊടുത്തു. മുതിർന്ന നേതാക്കന്മാരുടെ പേര് പറയണില്ല. അത് ഇതിന്റെ സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും യോജിക്കണില്ല. ഇവനെ പെട്ടെന്ന് രാജിവെച്ചാണ് പുറത്ത് ആക്കുന്ന. ഇതിലും വലിയ ചെയ്ത് എത്ര ആൾക്കാരുണ്ട്, എത്ര ആളുകളുണ്ട് ബലാത്സംഗം ചെയ്ത് കേസിൽ അവരൊന്നും രാജിവെച്ചിട്ടില്ലല്ലോ. സാറേ നമസ്കാരം, ഇത് മണിക്കടവിൽ നിന്ന് വിളിക്കുന്നത്. പേര് കുര്യൻ. സാറിന്റെ ഒരു വാർത്താ ചാനൽ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സാറിന്റെ ഈ അഭിപ്രായ പ്രകടനം ഒത്തിരി നിഷ്പക്ഷത നിറഞ്ഞതും ഒത്തിരി സത്യസന്ധത നിറഞ്ഞതാണ്. സാറിന്റെ ഈ അഭിപ്രായ പ്രകടനം ആദ്യമായിട്ട് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഞാനിപ്പോൾ ഇത് വിളിക്കുന്നതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. സാറേ, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയിലെ ഒത്തിരി അധികം അഭിമാനത്തോടു കൂടി ഒത്തിരി ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടി ഇരുന്നതാണ്. എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങനെ ഈ വകവർത്തൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഏതാണ്ട് എൻ്റെ ജനനം 18 വയസ്സ് നോക്കി ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. ഈ ഉമ്മൻചാണ്ടിയെ തീർത്തതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ തീർത്തെന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ വീണ്ടും ഒരു അധികാരത്തിലേക്ക് വരുമെന്ന് കണ്ടപ്പം CPM-കാർ ബോധപൂർവം ഒരു സരിതനെ എടുത്തിട്ടുണ്ട്. അവരുടെ പേരിൽ ഒരു ആരോപണം പൊടിപ്പിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ തീർക്കാൻ ഒരുങ്ങുന്ന ഭാഗത്തിൽ അത് ഏറ്റെടുത്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഈ നമ്മുടെ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ തന്നെയാണ് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പം പിണറായി വിജയൻ താഴെ പോകുമെന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് കയറി വരാമെന്നുള്ള സംഘടന എന്നുള്ള CPM-കാർ തന്നെ വെച്ച ഒരു ചെറിയ കെണിയിൽ ഏറ്റവും കൂടുതൽ കൊത്തിയതും ആ കെണിയിൽ വീണുകൊണ്ട് രാഹുലിനെ വീഴിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നു. എന്തൊരു ദയനീയമായ കഷ്ടമാണ്. നിങ്ങളെപ്പോലുള്ള വിവരമുള്ളവരെങ്കിലും ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ഒരുപാട് നന്ദിയുണ്ട്. ഈ പാർട്ടി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും മൂന്നാം പ്രാവശ്യവും പിണറായി വിജയനെ കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും തെളിഞ്ഞു വരികയാണ്. മണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് വത്സമാനിലെന്നാണ്. ഞാൻ ഈ രാഹുൽജിയുടെ പാർട്ടിക്കാരിയല്ല, എങ്കിലും ഈ ചാനലുകളിൽ നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് എങ്ങനെ ഇതിനൊന്ന് പ്രതികരിക്കാൻ കഴിയുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ ഈ ചാനൽ ഞാൻ കാണുന്നത്. കാര്യം ഭയങ്കര വേദനയോടാണ് ഈ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ജനത്തെ പരമവിഡ്ഢിയാക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയങ്ങൾ. ഇപ്പം ഈ സ്ത്രീകളെ പറ്റി ഞാൻ പറയുക, ഈ സ്ത്രീകൾ, ഞാനും ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീകളൊക്കെ ഈ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പെരുമാറുമ്പോഴും ഇവരെവിടായിരുന്നു, നേരത്തെ ഇവരെവിടായിരുന്നു എന്നൊന്ന് ചോദിക്കണം അവരോട്. ഇനി അടുത്ത ഇലക്ഷൻ വരാറായപ്പോൾ ഇവർ ഈ നാടിനെ സമാധാനം നശിപ്പിക്കാനും ഈ നാടിനെ ഇല്ലാതാക്കാനും കുറെ സ്ത്രീകൾ ഇങ്ങനെ മെനഞ്ഞു വരുമ്പം ഇത് കോൺഗ്രസ് തന്നെയാണ് ഇവരെ ഇറക്കിയെന്നുള്ളതിന്റെ നമുക്ക് തെളിവ് ആയല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. മറ്റു പാർട്ടിക്കാരെ ഒന്നും പറയണ്ട. പക്ഷേ ഈ സ്ത്രീകൾ എവിടെയായിരുന്നു ഇതുവരെ? ഈ സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടെ ഇവരിങ്ങനെ ഒരു പുരുഷന്റെ കൂടെ പോകുമ്പോൾ ഇവർക്കിങ്ങനെ ഒക്കെ സംഭവിക്കുമെന്നും ഇത് ചാറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല എങ്കിൽ ആ നടിക്ക് വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെല്ലാം കാര്യത്തിൽ കൂടെ വളരാം. അവളിങ്ങനെ വെറുതെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നേ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവൾ ആദ്യം ചാറ്റ് ചെയ്യുമ്പോഴേ എന്തുകൊണ്ട് ബ്ലോക്ക് ആക്കിയില്ല? ഒരു സ്ത്രീക്ക് അറിഞ്ഞുകൂടെ അവള് ഒരു പുരുഷന്റെ കൂടെ പോകുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടെ അവർക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്? ഇവരെന്തുകൊണ്ട് അത് മനസ്സിലാക്കിയില്ല? 3.5 കൊല്ലം നല്ല ബന്ധത്തിലായിരുന്നപ്പോ ഒന്നും തോന്നിയില്ല. 3.5 കൊല്ലം നല്ല ബന്ധത്തിലായിരുന്നപ്പോ അത് ആസ്വദിച്ചപ്പോ ഒന്നും തോന്നിയില്ല. പിന്നീടാ തോന്നിയത്. 3.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് പെട്ടെന്ന്. പെട്ടെന്ന് വല്ലവന്റെ കയ്യിൽ നിന്ന് കുറെ പണവും മേടിച്ച് ഒരു വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ കാര്യമല്ല, ഒരു നല്ല മനുഷ്യനാ, ഒരു നല്ല ജനാധിപത്യ നേതാവാ. അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ നമുക്കൊരു അനുഭവം ഉണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാര്യം അറിയാമല്ലോ. അപ്പൊ ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പം അതിനെതിരെ ഒരു പോരാടുന്ന ഈ ഒരു ന്യൂസ് പറഞ്ഞ താങ്കളെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ നമ്പർ കോണ്ടാക്ട് ചെയ്ത് ഞാൻ വിളിക്കാൻ എനിക്ക് തോന്നിയത്. ഈ സ്ത്രീകൾക്കെതിരെ വേണം ആദ്യം നടപടിയെടുക്കാൻ. ഈ സ്ത്രീകളെ ആര് വിട്ടു? ഇവരെ സത്യം പറഞ്ഞ ഇവരെ എന്തുവാ ഹിപ്നോട്ടിസം ചെയ്യണം? ഇവരെ പറയിപ്പിച്ചത് എന്താണ്? ഈ സ്ത്രീകളെ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ സ്ത്രീകൾക്ക് എന്ത് പ്രചോദനമാണ്? ഈ സ്ത്രീകൾ അറിഞ്ഞില്ലേ? ഇവരുടെ പേരിൽ വേണം ആദ്യം പരാതി എടുക്കാൻ. കുറെ സ്ത്രീകളെ ഇറക്കി ക്രമസമാധാനം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ സ്ത്രീകളെ വേണം ആദ്യം ഇവർക്കെതിരെ വേണം പരാതി കൊടുക്കാൻ. സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടെ? ഒരു പുരുഷനെ കണ്ട് ഒന്ന് ചാറ്റ് ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തി കൊടുക്കാൻ സ്ത്രീക്ക് ഇവളുമാർക്ക് നാണമില്ലായിരുന്നു. ഞാൻ UK റൂബി വിളിക്കുന്നേ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വധിക്കുന്നതിന് സാറിന്റെ ചാനൽ മാത്രമേ ആ പാവത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.
ഒന്ന് പറയാല്ലേ, ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ അടിയുണ്ടാക്കി ഒരിക്കലും കേന്ദ്രത്തിലും വരില്ല, ഇന്ത്യയിൽ ഒരു ജില്ലയിലും മാർക്ക് കിട്ടാൻ പോകുന്നില്ല. സതീശന് ശരിക്കും അറിയാം. അവന് കൂട്ടുപിരിയം കണ്ടില്ലേ? കൂട്ടുപിരിയുള്ള ആണുങ്ങളെ വിശ്വസിക്കുന്നു ചതിയന്മാരെ. സത്യം അത്. കൂട്ടുപിരിയുള്ള ആണുങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയും, ചതിക്കുന്നു. നോക്കിക്കോ, അയാളുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കോ, അതിൽ കൂട്ടുപിരിയോ അയാൾക്ക്. അതിൽ ആ പാവത്തിന് എന്തിനാ അവനെ ഇങ്ങനെ എന്തൊരു നിലപ്പായി. അവനത്ര ബോധമില്ലാത്തവനാണ് അവനിങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. അഥവാ ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്യും. അങ്ങനെ അവന്റെ കരിയർ അവനറിയത്തില്ലേ? അത് ഇത്രയും നാരിത്തരത്തിന് പോകും. അത് അവനതിന്റെ ആവശ്യമുണ്ടോ? എന്ത് കഷ്ടമാണ് അതിന്. എന്തൊരു കഴിവുള്ള ഒരു പയ്യനാണത്. ഒറ്റയടിക്ക് അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. എങ്ങനെയാ കോൺഗ്രസ് രക്ഷപ്പെടുന്നത്? ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അയാൾ കള്ളനാ. വി.ഡി. സതീശൻ കള്ളനാ. അവന്റെ പുരിയം കണ്ടറിയാം അവൻ കള്ളനാണ്. ചതിയെ എങ്ങാണ്ട് കിടന്നു പെണ്ണിനെ എടുത്തുകൊണ്ട് വന്ന് ഒരുത്തി വന്നായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയെ മാറ്റിക്കാനായിട്ട്. സരിത എന്തേ? അവളുടെ അവസ്ഥ എന്തേ? അതാ ദൈവം കൊടുക്കും, ഇവിടും കിട്ടും അതുപോലെ തന്നെ. ഈ വന്നവർക്ക് കിട്ടിക്കോളും അതുപോലെ തന്നെ. അവളും അതുപോലെ പരുവത്തിലായിക്കോളും അധികം വൈകാതെ. ദൈവത്തിൽ നിരക്കാത്തത് കൊണ്ട് വരരുത്. ഒരുപാട് പറയണം, മനുഷ്യന് ആവശ്യമുണ്ടെങ്കിൽ പറയണം, തുറന്ന് പറയുക തന്നെ വേണം, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. പക്ഷെ ഇങ്ങനെ അങ്ങ് വധിക്കരുത് ആ പാവത്തിന്. കഷ്ടം. എന്താ പറയാനാ. ഏതായാലും താങ്ക് യു. ഈ ചാനൽ മാത്രം ഞങ്ങോട്ടുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരു സത്യം വിളിച്ച് പറയുന്നത്. വേറെ ഒരു ചാനലും ഒന്നും, ഒരു യൂട്യൂബ് ചാനലിലും വന്നു കണ്ടിട്ടില്ല. മറ്റേ ബ്രിട്ടീഷ് മലയാളിയിലും വന്നില്ല ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അതൊന്നും പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. പിന്നെ ആ ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ടു. ടീച്ചറിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. താങ്ക് യു സോ മച്ച്. സ്ഥലം മല്ലപ്പള്ളി തുരുത്തിക്കാട്, പേര് ജോളി. സാറേ, ഈ ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തില് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കോൺഗ്രസിന് നല്ലൊരു മുതൽക്കൂട്ടായിരുന്നു ഈ ഭാവി തലമുറയ്ക്ക്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ തല്ലിക്കെടുത്തുന്ന പോലെ ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ നിന്നുകൊണ്ട് തല്ലിക്കെടുത്തി നാമാവിശേഷമാക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. ഈ വി.ഡി. സതീശൻ ചെയ്തത് ശരിയാണോ? അയാളെ രാജിവെപ്പിച്ചത് ഇയാള് ഒരിക്കലും ശരിയല്ല സാറേ. ഒരിക്കലും സാറേ, ഒരിക്കലും ശരിയല്ല. ഇതിനകത്ത് കിടന്ന കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ഈ കോൺഗ്രസിനെ ഈ കണ്ട ദിവസങ്ങളെല്ലാം രാഹുലിനെ തേച്ചൊട്ടിച്ച് അവനെ കത്തിച്ച് കളയുന്ന ഒരു മറ്റും മാത്രമല്ല ഉള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സാർ അതിനെ അത്രയും ചേർത്ത് നിർത്തിയത് ഒരു വലിയ സല്യൂട്ട് സാറിന് തരുന്നു. എന്റെ പേര് PR രവീന്ദ്രൻ. സാർ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് വളരെയധികം ഹൈലി അപ്രീഷിയബിൾ ആണ്. ഞങ്ങളെ എല്ലാം സാറിന്റെ പിന്നിലുള്ള ഈ ചാനലിന്റെ കൂടെ തന്നെ ഈ റിപ്പോർട്ടർ ചാനൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യാറേ ഇല്ല. കാരണം അത് കംപ്ലീറ്റ് ബോഗസ് കാര്യങ്ങളാണ് വെളിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ കെ സുധാകരൻ സാറിനെ ഈ സമയത്ത് ആ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. ഇതിനൊക്കെ വേണ്ടിയാ മാറ്റിയത്. ഇപ്പം കണ്ടോ, ഈ മോഴകൾ ഇരിക്കുമ്പോ എന്തും നടക്കുമല്ലോ. അതെ അതെ അതെ. അതായത് ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ജയിച്ചു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇൻഫൈറ്റ് നടത്തരുതോ. ഉമ്മൻചാണ്ടി സാറിന്റെ അതേ കേസല്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അവസാന സമയത്ത് വാതുക്കൾ കൊണ്ടുവന്ന് കലവടയ്ക്കുന്ന പരിപാടിയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫൈറ്റിംഗ് എല്ലാം വെളിയിൽ വിടുക. ആ പയ്യന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാർ എത്ര എക്സ്റ്റെന്റ് വരെ പോകാനായിട്ട് തയ്യാറാണോ സാർ? എങ്ങനെയാലും സാറ് ഇത് കൊണ്ടുവരണം. ഞങ്ങളെല്ലാം സപ്പോർട്ട്. ഞങ്ങൾ തിരുവല്ലയിലാണ്. ഞങ്ങൾ 14 വർഷം ഇവിടുന്ന് വെളിയിലായിരുന്നു. ഇവിടെ വന്ന് സെറ്റിലായതാണ്. ഞങ്ങൾക്ക് സാറിന്റെ ഫുൾ സപ്പോർട്ടുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചാനലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ്. എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഞങ്ങൾ പറയുകയും ചെയ്യും, ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു പേടിയില്ലാതെ അവതരിപ്പിക്കുന്നതിൽ ആപത്ത് വല്ലതും വരുമെന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞങ്ങൾ അതിനൊന്നും ഞങ്ങൾക്ക് ജീവനിൽ പോലും ഭയമില്ലാതെ പേടിയില്ലാതെ ഞങ്ങൾ സത്യം അത് വിളിച്ച് പറയുക തന്നെ ചെയ്യും. അത് എന്താ പറയുന്നത്, നമുക്ക് പരമാവധി നോക്കാം. എങ്ങനെയാലും ആ പയ്യനെ ഒന്ന് വെളിയിൽ കൊണ്ടുവരണേ സാറേ. ഓക്കെ ഓക്കെ അങ്കിൾ. ഞാൻ മഹാരാഷ്ട്ര കോലാപുരത്താണ്. പേര് വിനോദ്. ഈ രാഹുൽ മാങ്കൂട്ടിനെ പറ്റി എന്താ ഇങ്ങനെ ചട്ടത്തരം വിളിച്ച് പറയുന്നത്? നാട്ടിലെ ജനങ്ങൾ പോരായിട്ടത്. ജനങ്ങൾ മൊത്തം കയറി എല്ലാത്തിനും അടിക്കണം, എന്നാലും കേരളം നന്നാവില്ല. ഇല്ലെങ്കിൽ ഒരിക്കലും കേരളം നന്നാവില്ല. കൊട്ടേഷൻ തന്നെയാണ് ഇതിൽ മെയിൻ. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശനാണ് മെയിൻ. ഈ കേരളത്തിൽ ജനങ്ങൾ പോരായിട്ടാ. ജനങ്ങൾ മൊത്തം അങ്ങോട്ട് ഇറങ്ങിയില്ലേ കേറി അടിക്കണം എല്ലാത്തിനെ. ഈ കള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന എത്ര ജനങ്ങളത് ജീവിതം നശിപ്പിച്ചവര്. ഇത് ജനങ്ങൾ മൊത്തം ഇറങ്ങണം. ഇതില് മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയിൽ ഈ ഭരണം നിർത്തിയിട്ട് ഈ BJP സർക്കാർ പറഞ്ഞോ ഈ മഹാരാഷ്ട്രക്ക് എന്ത് പുരോഗതിയാകും ഉള്ളതെന്ന് അറിയോ? എല്ലാ സീറ്റിലും BJP സർക്കാർ ഭരിക്കുന്ന എല്ലാം ഈ ജനങ്ങൾ പോരായിട്ടാണ് നാട്ടില്. ജനങ്ങൾ മൊത്തം ഇറങ്ങണം പുറമേക്ക്, എന്നാലേ ശരിയാവും. പേഴ്സണലി നിങ്ങൾക്ക് രാഹുലിനോടുള്ള അഭിപ്രായം എന്താ? മിടുക്കനാണോ? എന്ത് തോന്നുന്നു? നമുക്കൊരു പാർട്ടിയില്ല കേട്ടോ. എനിക്ക് നമ്മളെ കുടുംബക്കാരൻ മൊത്തം എന്താ തറവാട് മൊത്തം കോൺഗ്രസ്സുകാരാണ്. നമുക്ക് അതിനെ പറ്റി ഒരു ഇതുമില്ല. നമുക്കൊരു രാഷ്ട്രീയമൊന്നുമില്ല.
നമ്മൾ 24 മണിക്കൂർ ന്യൂസ് കേൾക്കുന്ന, മലയാളം ന്യൂസ് കേൾക്കുന്ന നമ്മൾ ഇവരെല്ലാം പറയുന്ന രാജകാരണം കൊണ്ട് എല്ലാം പറയുന്ന എല്ലാം തമ്മാടിത്തരല്ലേ വിളിച്ചു പറയുന്നേ. പാവപ്പെട്ടവരെ കൊടുക്കുക. കേരളം മൊത്തം നശിപ്പിച്ചില്ലേ ഈ രണ്ട് കൂട്ടരും കൂടി? കേരളം മൊത്തം നശിപ്പിച്ചു. ഞാൻ കൊല്ലത്തുള്ളയാണ്. എന്റെ പേര് തമ്പി പുന്നത്തല. ഐക്യജനാധിപത്യ മുന്നണിയുടെ RSPയിൽ ഒരു സജീവ പ്രവർത്തകനാണ്. ഞാൻ UDFന്റെ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാൻ യാദൃശ്യമായിട്ടാണ് സാറിന്റെ വീഡിയോ കണ്ടത്. വളരെ 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 അഭിനന്ദിക്കുന്നു. സത്യത്തിൽ ഒരു ആപത്ത് ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു വ്യക്തിയെ നേരിടേണ്ടതെന്നുള്ളത് ഈ ചാനൽ വഴി എനിക്കിപ്പോ മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് എന്റെ രാജി ആവശ്യപ്പെട്ടത് എന്ത് തോന്നുന്നു? ആ ഒരു നേതൃത്വം എടുത്ത നടപടി പക്കവരമല്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു നേതൃത്വം കൂടെയുള്ള ഒരു വിശ്വാസമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂടപ്പിറപ്പിനോട് സത്യത്തിൽ വേണ്ടുന്ന രീതിയിൽ കോൺഗ്രസ് നേതൃത്വം സഹകരിച്ചിട്ടില്ല. ആരുടെയൊക്കെയോ കിംവദന്തികൾ കേട്ട് ഇറങ്ങി തിരിച്ച് 2-3 പെൺകുട്ടികൾക്ക് വേണ്ടി കോൺഗ്രസ് ഒന്നാകെ ആ ഒരു വ്യക്തിക്കെതിരെ തിരിഞ്ഞുപോയതിൽ അതിയായ സങ്കടം രേഖപ്പെടുത്തുക ഞാനിപ്പോഴും. കാരണം ഞാൻ താമസിക്കുന്നത് ചാത്തന്നൂർ ഭാഗത്താണ്. നിരന്തരം ചാത്തന്നൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുക അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ആവശ്യപ്പെടുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം നിറഞ്ഞൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചാൽ നമുക്ക് ഈ സീറ്റ് തിരിച്ചു പിടിക്കാമെന്ന് പരസ്പരം പറയുന്നവരാ ഞങ്ങൾ. അത്രത്തോളം അദ്ദേഹത്തെ ചാത്തന്നൂരുള്ള ഞങ്ങള് സ്നേഹിക്കുന്നു. ആ ഒരു വ്യക്തിയെ ഇങ്ങനെ നേരെ ഹത്യ ചെയ്യുമ്പോൾ മുതിർന്ന നേതാക്കൾ പോലും ക്ഷമയില്ലാത്തവർ ഒന്ന് കാത്തിരുന്നൂടായിരുന്നു അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനായി? ഒരു കാത്തിരിപ്പ് പോലും നടത്താതെ കേട്ട പാതി കേൾക്കാത്ത പാതി രാജിവെക്കണം, ഓടിപ്പോണം, മരിച്ചു പോകണം, തൂങ്ങിച്ചാവണം, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അതിയായ സങ്കടമുണ്ട്. ഞാന് ഷാനിസ് കറിയുടെ യൂട്യൂബാണ് സ്ഥിരം കാണാറ്. പക്ഷെ ഒരു 3-4 ദിവസം മുന്നേ വരെ അദ്ദേഹം ന്യായമായി സംസാരിച്ചെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പൊടുന്നതിനെ മെനഞ്ഞാന്നൊക്കെ അദ്ദേഹം തിരിഞ്ഞങ്ങ് വീണു. ആ പറഞ്ഞതിന്റെയൊക്കെ 10 മടങ്ങ് ശക്തിയോടുകൂടി ആക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം സംസാരിച്ചു രാഹുലിനെതിരെ. ഇപ്പൊ കോൺഗ്രസിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മാർഗം ഉണ്ടായിരുന്നു. ഈ ഓണകാലത്ത് കേരളത്തിന്റെ അവസ്ഥകൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സർവത്ര അഴിമതിയും ജനജീവിതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് 2025 ഈ ഓണ കാലഘട്ടം. നല്ല 4 സമരപരിപാടികൾ ഇപ്പൊ ആവിഷ്കരിച്ചായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ഈ അഭ്യാസങ്ങളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയനായിരുന്നു. ഇപ്പം യൂത്ത് കോൺഗ്രസ് തന്നെ മുൻകൈ എടുത്ത് കേരളത്തെ വിറപ്പിക്കുന്ന ഒരു 4 സമരപരിപാടി അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു. വിറപ്പിക്കാൻ ആംബിയറുള്ളവനല്ലേ കളഞ്ഞത്? ബാക്കിയുള്ള മുണ്ണകളും മൂഴകളും ആ തട്ടേരെന്ന് പറഞ്ഞ് തന്നെ സാർ മോഴകള് എല്ലാവർക്കും ഒരുത്തനെ ഇത് കോൺഗ്രസിന്റെ കുതിയാൽ വിട്ട് ഞങ്ങൾക്ക് ചൊവ്വേ അറിയാം. കഴിഞ്ഞ കൊല്ലം അസംബ്ലി തെരഞ്ഞെടുപ്പില് ശ്രീമതി ബിന്ദു കൃഷ്ണയെ നിർത്തിക്കൊണ്ട് കാലുവാരുന്ന കണ്ടവനാ ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവനാ. നിർത്തിക്കൊണ്ട് അവരെ കാലുവാരുന്നു. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വ ശ്രീമതി ബിന്ദു കൃഷ്ണ. നല്ലൊരു അംഗീകാരമുള്ളവരാ ഇവിടെ. പക്ഷെ അവരെ നിർത്തിക്കൊണ്ട് കാലുവാരിയത് കോൺഗ്രസ്സുകാരാ. മുകേഷിനൊന്നും ഒരു ചിന്തയില്ലായിരുന്നു ജയിക്കുമെന്ന്. ഞങ്ങൾ കമ്മിറ്റിയൊക്കെ കൂടിയപ്പോൾ ഓരോരുത്തർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ 4000 ഭൂരിപക്ഷം കിട്ടും, ഇവിടെ 7000 ഭൂരിപക്ഷം കിട്ടും, ഇവിടെ 6000 ഭൂരിപക്ഷം കിട്ടുമെന്നെങ്കിലും ഞാനൊക്കെ കരുതിയിരുന്ന ഒരു 10-12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമെന്ന് തന്നെ ആയിരുന്നു. ഞാൻ സജീവമായിട്ട് നിന്നിരുന്നത്. അതിന്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ മറ്റേ INTUCയുടെ നേതാവായിരുന്നല്ലോ. അദ്ദേഹമൊക്കെ സജീവമായിട്ട് വന്നു. പക്ഷെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ കാലുവാരി. ഈ കോൺഗ്രസിന്റെ ഈ ശാപം വിട്ടൊഴിയാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല. ശരിക്കും ഇന്ന് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ശാപം ആരൊക്കെയാ? വ്യക്തിപരമായി ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ഒരുപാട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. പക്ഷെ പ്രശ്നങ്ങളിൽ വരുമ്പോൾ അവരുടെ സമീപനം തെറ്റാണ്. കൊല്ലം മുകേഷിനെ എന്ത് ആരോപണങ്ങളാണ് അദ്ദേഹം നേരിട്ടത്? അദ്ദേഹം നേരിട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി യുവജന പ്രസ്ഥാനം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പരസ്യമായിട്ടൊരു ആക്ഷേപം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ല സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന്. അതൊക്കെ നമ്മളൊരു പാഠമാക്കേണ്ടതാണ്. ഈ കോൺഗ്രസ് മുന്നണിയിൽപ്പെട്ട എല്ലാവരും അത് പാഠമാക്കേണ്ടതാണ്. തനിക്ക് ഒരു പൊതുപ്രവർത്തകൻ, ഒരു സമന്വിതനായ പൊതുപ്രവർത്തകനെ വീഴ്ത്താൻ തന്നെ ആണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. നിയമസഭയിൽ പോലും ഇത്രയും ശക്തിക്ക് പിണറായിക്കെതിരെ തുറന്നടിക്കുന്ന ആരുണ്ട്? എല്ലാവരും ഒരു സോപ്പ് വിരോധത്തിലാണല്ലോ സംസാരിച്ച് നമ്മൾ കാണുന്നത്. പക്ഷെ വലിച്ചീരി വയ്ക്കുന്ന ഈ 2-3 ചെറുപ്പക്കാരല്ലേ ഇപ്പോൾ ഉള്ളു. അവരെയൊക്കെ എങ്ങനെയെങ്കിലും തുരത്തണം, ഇല്ലാതാക്കണമെന്നാണല്ലോ എതിർഭാഗത്തിന്റെ ചിന്ത. ആ എതിർഭാഗത്തിന് വിളക്ക് പിടിക്കുന്ന ഒരു രീതിയിലായിപ്പോയി കോൺഗ്രസിന്റെ സമീപനം. പൊറുക്കാമായിരുന്നു. സത്യത്തിൽ ഇന്നലെയൊക്കെ മെനഞ്ഞാന്ന് പറഞ്ഞ അത്രയും പവർ ഇന്നലെ ഒന്നും കണ്ടില്ല, ചാനലുകളിലായാലും പൊതുജനങ്ങളിലായാലും. കാരണം ഒന്നുമില്ല അതിനകത്ത്. എന്താ ഉള്ളി പിടിക്കുന്ന പോലല്ലേ ഉള്ളത്.
എനിക്ക് ട്രെയിനിൽ ഒരു സംഭവം ഉണ്ടായി സാർ. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന എൻ്റെ ഭാഗ്യം. ഒരു സ്ത്രീ അവരെ ദേഹത്ത് ഞാൻ തട്ടിയെന്ന് പറഞ്ഞ് അവരങ്ങ് ബഹളം ഉണ്ടാക്കി. സത്യത്തില് ഞാൻ ഭയന്നുപോയി. കാരണം ഒരു സ്ത്രീ പോയി വല്ലവരടുത്തും പറഞ്ഞാൽ തീർന്നില്ലേ? എൻ്റെ കൂടെ എൻ്റെ മക്കളെ മുമ്പിൽ ഞാൻ എന്തായി തീരും? അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ലേ അതറിയാവൂ. ഒരുപാട് ആളുകൾ, ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് നല്ല നല്ല കുടുംബങ്ങൾ ഈ കണ്ട പെണ്ണുങ്ങളുടെ ഈ ആക്ഷേപത്തിന്റെ പേരിൽ നശിച്ചു പോകുന്നുണ്ട്. നിയമം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് അവർക്ക് ഇത്രത്തോളം അവർക്ക് തന്റെ ഇടം കൊടുക്കാനുണ്ടായ കാര്യം. പാവപ്പെട്ട ആണുങ്ങളെ, പാവപ്പെട്ടവരായി ആമ്പിള്ളാരെ പിടിച്ചു വലിച്ച ആവശ്യമില്ലാതെ ഓരോന്നിലിട്ട് കഷ്ടപ്പെടുത്തുക. സങ്കടമായിപ്പോയി. കാരണം ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. ശരി സാർ. ഓക്കെ സാർ. എന്റെ മോനിച്ചൻ എന്നാണ്, തിരുവല്ലയിന്ന്. സാറേ, ആ രാഹുൽ മാങ്കൂട്ടത്തിന് താറടിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരാണ് ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത്, അല്ലാതെ മറ്റാരുമല്ല. പിന്നെ മറ്റുള്ളവർ ഇതിന്റെ ചൂട് ഇപ്പൊ 4 വർഷവും 3 വർഷമൊക്കെ ആയേക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവളെന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു, അന്ന് പറയാൻ വയ്യായിരുന്നു. പാവം പിടിച്ചവൻ ഒരു നല്ല ലീഡറായിട്ട് വരുമ്പോൾ അവനെ എങ്ങനെ താഴ്ത്താൻ പറ്റുമോ അതിനുവേണ്ടി ഈ കോൺഗ്രസിനകത്ത് കിടന്നുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണിത്. ഈ തലമൂത്ത പുള്ളികളെല്ലാം ശാപം തന്നെയാ. ഇപ്പൊ ഈ വളർന്നു വരുന്ന ചെറു തലമുറയെ അവര് നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു, ഈ കോൺഗ്രസിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ഈ സതീശൻ തൊട്ടുള്ള ആൾക്കാർ ഈ പുഴുക്കുത്തുകളെ എല്ലാം എടുത്തു കളയാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല. ഈ പുഴുക്കുത്തുകളെല്ലാം ഇവിടുന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ. ഇവരെല്ലാം അധികാരമോഹത്തിന് വേണ്ടി കിടന്ന് കളിച്ചോണ്ടിരിക്കുക. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇപ്പൊ രമേശും സതീശനും മറ്റവനും മറിച്ചും എല്ലാം ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. വരുന്ന ഇത്രയും ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ നാവായിട്ട് നിന്ന രാഹുലിനെ എങ്ങനെ ഇടിച്ചു കളയാൻ പറ്റുമോ അതിനുവേണ്ടി ചെയ്യുന്ന പണികളാണ് ഇത്. ഇപ്പം നല്ലൊരു ഇത് ഉണ്ടാക്കി കോൺഗ്രസ് നല്ലൊരു ആയി വന്ന ഒരു സമയത്ത് എങ്ങനെ ഇവരെയൊക്കെ ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടമായാലും ഇവരെയെല്ലാം എങ്ങനെ കളയാൻ പറ്റുമോ അതിനെപ്പറ്റി ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് സാറിന്റെ ഇത് കണ്ടു അതൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ. അതിൽ നല്ല അഭിപ്രായം തന്നെ. അത് വീണ്ടും ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.